പറയൂ. മോർണിംഗ് മാം. ഓക്കെ, റെഡിയാണോ എല്ലാവരും? സ്റ്റാർട്ട് ചെയ്താലോ? Are you ready? ഓക്കെ. Yes. വായിച്ചൊക്കെ നോക്കിയോ? മെഡിക്കൽ ടെർമിനോളജി എടുത്ത ഭാഗമൊക്കെ വായിച്ചു നോക്കിയോ? ഇല്ലല്ലോ. വായിച്ചു നോക്കിയൊന്നും ഇപ്പം ഉണ്ടല്ലോ. വായിച്ചു നോക്കിയാ അല്ലെങ്കിൽ സമയം കിട്ടിയില്ല. വായിച്ചു നോക്കി. വായിച്ചു നോക്കിയിട്ടുണ്ട്, പഠിച്ചിട്ടില്ല. പഠിക്കാനെന്താ ഓർത്തിരിക്കുന്നില്ല മാം, മറന്നു പോകുന്നുണ്ട്. ആണോ? അതായത് നമ്മള് കുറച്ചല്ലേ മാർക്ക് ചെയ്ത് തരുള്ളൂ. നിങ്ങളോട് കാണാതെ പഠിക്കാൻ പറയുന്നത് കുറച്ചാണ്. കമ്പാരിറ്റീവ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇത്രയാണ്. ഇപ്പൊ ഒരു പേജില് ഒരു 10-15 എണ്ണം ഉണ്ടെന്ന് വെച്ചാൽ അതിനകത്ത് ഒരു 8 എണ്ണം വേണമെന്നൊക്കെയാണ് നമ്മൾ ആവറേജ് മാർക്ക് ചെയ്ത് പോണേ. അത് നമ്മൾ കുറേയൊക്കെ നമ്മൾ റെഫർ ചെയ്തത് പോലെയുള്ള അതിന്റെ പല ഡിപ്പാർട്ട്മെന്റുകളിലും നിങ്ങൾ കേൾക്കുന്ന അല്ലെങ്കിൽ റെഫർ ചെയ്ത് വന്നിട്ടുള്ള ചില കാര്യങ്ങളാണ് കൂടുതൽ നമുക്ക് പഠിക്കാനായിട്ടുള്ളത് കേട്ടോ. അതുകൊണ്ട് അത് എങ്കിലും നമ്മൾ എന്തായാലും പഠിക്കണം. കാരണം എക്സാംസ് അതിനകത്ത് ഒരുപാട് അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ കണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങളത് മാർക്ക് ചെയ്ത് വെക്കി, ഇമ്പോർട്ടന്റ് ആണെന്ന് പറഞ്ഞിട്ട് മാർക്ക് ചെയ്ത് വെക്കുക എന്ന് പറയുന്ന കാരണം നിങ്ങളത് തന്നെയെങ്കിലും പഠിക്കാം. ഓക്കെ. അപ്പൊ നമുക്ക് അടുത്തത് പഠിച്ചു തുടങ്ങാം. 20 എണ്ണം വരെ അബ്രീവിയേഷൻസിലേക്ക് നമ്മൾ കടന്നിരുന്നു. നമ്മള് എന്താ പറയാ, പ്രിഫിക്സുകൾ കുറെ കണ്ടു, സഫിക്സുകൾ കണ്ടു, പിന്നെ കുറെ റൂട്ട് വേർഡുകൾ കണ്ടു. അതിനുശേഷം നമ്മൾ തുടങ്ങിയത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ലാസ്റ്റ് ആയിട്ട് നിർത്തിയിരിക്കുന്നത് കുറച്ച് അബ്രീവിയേഷൻസ് ആണ് അല്ലെ, ഷോർട്ട് ഫോംസ് എന്ന് പറയാം. ഷോർട്ട് ഹാൻഡ് രീതിയില് ചില കാര്യങ്ങൾ നമ്മളുടെ എന്താ പറയാ മെഡിക്കൽ ഫീൽഡിൽ, അതായത് ഹെൽത്ത് കെയർ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻസ് അവരുടെ കമ്മ്യൂണിക്കേഷന് വേണ്ടിയും അതുപോലെ തന്നെ പ്രിസ്ക്രിപ്ഷന് വേണ്ടിയും ഒക്കെ പല കാര്യങ്ങളും സൂചിപ്പിക്കാനായിട്ട് അബ്രീവിയേഷൻസ് ഉപയോഗിക്കാറുണ്ട്. ഇങ്ങനെ നീട്ടി വലിച്ച് ഓരോ എന്തെങ്കിലുമൊക്കെ ഒരു സിറ്റുവേഷൻസിന്റെ പേരായിരിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള എന്താ പറയാ സർജറീസോ മറ്റു കാര്യങ്ങളും മറ്റ് ഹോസ്പിറ്റലിൽ പ്രൊവൈഡ് ചെയ്യുന്ന സർവീസസ് ഒക്കെ ആയിരിക്കാം. അപ്പൊ അങ്ങനെ വരുന്ന കാര്യങ്ങളൊക്കെ ഷോർട്ടാക്കി എഴുതി അവർക്ക് എന്താ പറയാ ഈസി കമ്മ്യൂണിക്കേഷൻസിന് വേണ്ടി കുറച്ച് കൺവീനിയന്റ് ആയിട്ടുള്ള രീതിയിലാണ് ഇന്റർനാഷണൽ ലെവലില് ആക്സെപ്റ്റ് ചെയ്തിരിക്കുന്ന ഈ അബ്രീവിയേഷൻസും നമുക്ക് തന്നിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് അത് കുറച്ചൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. കാരണം ഒരു ഹോസ്പിറ്റലിന്റെ ഓവറോൾ മാനേജ്മെന്റ് ആണ് നമ്മൾ പഠിക്കുന്ന കോഴ്സ് തന്നെ അല്ലെ. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത് ഓവറോൾ മാനേജ്മെന്റ് ഓഫ് എ ഹോസ്പിറ്റൽ ആണ് തീർച്ചയായിട്ടും. അപ്പൊ അങ്ങനെ എല്ലാം മാനേജ് ചെയ്യേണ്ടി വരുമ്പോൾ നമുക്കറിയാം ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റുകളുമായിട്ട് നമുക്ക് ഡീൽ ചെയ്യേണ്ടി വരും, ഏതൊക്കെ സിറ്റുവേഷൻസ് ഹാൻഡിൽ ചെയ്യേണ്ടി വരും, ഒത്തിരി എല്ലാം മൊത്തത്തില് ആദ്യമേ പറയുന്നത് ഒരു ബേർഡ് ഐ വ്യൂ പോലെയാണ് നമ്മളൊരു ഹോസ്പിറ്റലിന്റെ മാനേജ്മെന്റില് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർക്കുള്ള ഒരു റോൾ എന്ന് പറയുന്നത്. ഒരു ബേർഡ് ഐ വ്യൂ, മുകളിൽ ഇങ്ങനെ നിന്നിട്ട് മൊത്തത്തിലുള്ള ഒരു വീക്ഷണമാണ്. വെറുതെ വീക്ഷിച്ചാൽ പോരാ, അപ്പൊ നമുക്ക് അവിടെ വരുന്ന പല കാര്യങ്ങളും നമുക്ക് ഡീൽ ചെയ്യേണ്ടി വരും അല്ലെ, ഹാൻഡിൽ ചെയ്യേണ്ടി വരും. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറെയൊക്കെ കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. നിങ്ങളുടെ എക്സാംസിന് വേണ്ടിയിട്ട് മാത്രം നമ്മൾ കുറച്ച് ഭാഗങ്ങൾ അടയാളപ്പെടുത്തി തരുന്നേ ഉള്ളൂ. പക്ഷെ പിന്നീട് നിങ്ങളുടെ റെഫറൻസിന് വേണ്ടിയിട്ടാണ് അത് എന്ത് ചെയ്യുന്നത്, നമ്മൾ ഇടയ്ക്കിടയ്ക്ക് സമയം കിട്ടുമ്പോഴൊക്കെ അതുകൂടി വായിച്ച് മനസ്സിലാക്കി വെക്കുക.
ഓക്കെ, അപ്പോഴേക്കാണ് നിങ്ങൾ ആ ഒരു ഏതെങ്കിലുമൊക്കെ ഇന്റർവ്യൂസിൽ പങ്കെടുത്തു, അതിനുശേഷം നിങ്ങൾക്ക് എന്താ പറയാ ഇതുപോലെ ഹോസ്പിറ്റൽസിൽ നമുക്ക് ആ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടി, നമ്മളൊക്കെ വർക്ക് ചെയ്യുന്ന സമയത്ത് ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മുടെ കയ്യിലേക്ക് വന്നു കഴിഞ്ഞാൽ അത് ഇന്നതാണ് എന്ന് നമ്മളത് പഠിച്ചിട്ടുണ്ട്, നമ്മളത് കണ്ടിട്ടുണ്ട് എന്നറിയണ്ടേ. അല്ലാതെ ഇത്രയും എന്താ പറയാ കഷ്ടപ്പെട്ട് നമ്മൾ പഠിച്ചിട്ട് ഇതൊന്നും അറിഞ്ഞില്ലേ എന്ന് ആരും ചോദിക്കാനുണ്ടാവരുതല്ലോ. അതുകൊണ്ടാണ് നമ്മൾ ഏത് അബ്രീവിയേഷൻ വരെ പറഞ്ഞു അറിയാമോ? ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? 20ാമത്തെ വരെയാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. എന്ന് പറയുന്ന ആന്റീരിയർ എന്ന് പറയുന്ന അബ്രീവിയേഷൻ വരെയാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. അടുത്തത് AO into 4 എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അലേർട്ട് ആൻഡ് ഓറിയന്റഡ് ടു പേഴ്സൺ, പ്ലേസ്, ടൈം ആൻഡ് സെൽഫ്. അത് നമ്മൾ 4 ആയിട്ട് പറഞ്ഞേക്കണേ. അലേർട്ട് ഓറിയന്റഡ് ആണ്. AO into 4 എന്ന് പറയുമ്പോൾ അലേർട്ട് ഓറിയന്റഡ് ഇന്ന ഭാഗങ്ങളിലൊക്കെ വളരെ അലേർട്ട് ആയിരിക്കണം എന്നുള്ളത്. പേഴ്സൺ, പ്ലേസ്, ടൈം, സെൽഫ്. അതായത് നമുക്ക് എന്താ പറയുക ഒരു വ്യക്തിയുമായിട്ട്, ഒരു പ്ലേസുമായിട്ട്, ഒരു ടൈമായിട്ട്, സ്വന്തമായിട്ട് എന്നുള്ള രീതിയിലാണ് AO into 4 ടൈംസ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ 4 കാര്യങ്ങളെ കുറിച്ചിട്ടാണ് പറയുന്നത്. 4 കാര്യങ്ങളെ കുറിച്ചിട്ട്. അലേർട്ട് ഓറിയന്റഡ്, എന്ത് അലേർട്ടാണ് നമ്മൾ ചെയ്യേണ്ടത്? പേഴ്സണുമായിട്ട് റിലേറ്റ് ചെയ്ത്, പ്ലേസുമായിട്ട് റിലേറ്റ് ചെയ്ത്, ടൈമുമായിട്ട് റിലേറ്റ് ചെയ്ത്, ആൻഡ് ഓൾസോ സെൽഫ്. അത് അങ്ങനെയുള്ള ആ ഒരു അലേർട്ട് പ്രൊവൈഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ആ ഒരു അബ്രിവിയേഷൻ അങ്ങനെ കൊടുത്തിരിക്കുന്നത്. AO into 4. ഓക്കെ, അടുത്തത് AP ആൻഡ്രോപോസ്റ്റീരിയർ, ഫ്രണ്ട് ടു ബാക്ക്, ആക്ഷൻ പൊട്ടൻഷ്യൽ, ആൻജൈന, പെക്ടോറിസ്, ആന്റീരിയർ പിറ്റ്യൂട്ടറി, ആർട്ടറിയൽ പ്രഷർ എന്നൊക്കെ നമുക്കിവിടെ പറഞ്ഞിട്ടുണ്ട്. ആന്റി പോസ്റ്റീരിയർ, ഫ്രണ്ട് ടു ബാക്ക്, ആക്ഷൻ പൊട്ടൻഷ്യൽ, ആൻജൈന, ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഇത് കൊടുത്തിട്ടുണ്ട് അവിടെ. അത് റെഫറൻസുമായിട്ട് ബന്ധപ്പെട്ട്, അതായത് ഇപ്പോ എന്തെങ്കിലും കാര്യങ്ങളുമായിട്ട് ഡീൽ ചെയ്യുമ്പോൾ അതിൽ ഏതാണ് യൂസ് ചെയ്യേണ്ടത് എന്നുള്ളത് അവർക്ക് അറിയാൻ പറ്റും. കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ ഡോക്ടേഴ്സ് അല്ലെങ്കിൽ നഴ്സസ് അവരുമായിട്ട് ആരുമായിട്ടാണ് ഈ കാര്യം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അപ്പൊ ആ ഒരു സിറ്റുവേഷൻ അനുസരിച്ചിട്ടാണ് AP എന്ന് പറയുന്നത് അങ്ങനെ ഒരു എന്ത് ചെയ്തിരിക്കുന്നത് ഷോർട്ട് ഫോം ആയിട്ട് കൊടുത്തിരിക്കുന്ന. ആൻഡ്രോപോസ്റ്റീരിയർ, ഫ്രണ്ട് ടു ബാക്ക്, ആക്ഷൻ പൊട്ടൻഷ്യൽ AP തന്നെയാണ്. ആൻജൈന പെക്ടോറിസ് അതും AP തന്നെയാണ്. ആന്റീരിയർ പിറ്റ്യൂട്ടറി അതും അതുപോലെ തന്നെ ആർട്ടറിയൽ പ്രഷർ ഇതിനൊക്കെ സൂചിപ്പിക്കുന്നുണ്ട്. അപ്പൊ ഇത് ഏതെങ്കിലുമൊക്കെ നമ്മൾ മനസ്സിലാക്കി വെക്കണം. അടുത്തത് APC ആണ്, ആർട്ടറിയൽ പ്രിമച്വർ കോംപ്ലക്സ്. നമുക്ക് അതിന്റെ അബ്രീവിയേഷൻസ് എന്താണെന്ന് മാത്രമേ പഠിക്കാനുള്ളൂ. അതായത് എന്തിന്റെ അബ്രീവിയേഷൻ ആണെന്നും അതുപോലെ തന്നെ അബ്രീവിയേഷന്റെ ഫുൾ ഫോം എന്താണെന്നും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി മറിച്ചും ചോദിക്കും കേട്ടോ. അതുകൊണ്ട് അതുകൂടി അറിഞ്ഞിരിക്കണം. APC ആർട്ടറിയൽ പ്രീമച്വർ കോംപ്ലക്സ്, അതുപോലെ തന്നെ ആക്ടിവേറ്റർ പ്രോട്ടീൻ C, ആസ്പിരിൻ, ഫെനാൽക്കെറ്റിൻ ആൻഡ് കഫൈൻ എന്ന് പറയുന്നതൊക്കെ എന്താ പറയാ അങ്ങനെയും അത് ഉപയോഗിക്കുന്നുണ്ട്. അതായത് APC എന്ന് പറയുന്നത് അതിന്റെ ഷോർട്ട് ഫോം ആയിട്ട് ഉപയോഗിക്കുന്ന 2 രീതിയാണ് പറഞ്ഞിരിക്കുന്നത്, 3 രീതി. ആർട്ടറിയൽ പ്രിമച്വർ കോംപ്ലക്സ് APC തന്നെയാണ്. അപ്പൊ നിങ്ങൾ അവിടെ സ്മോൾ ലെറ്റേഴ്സിലാണ് എഴുതിയിരിക്കുന്നത്, ക്യാപിറ്റൽ ലെറ്റേഴ്സിലും ഫസ്റ്റ് ലെറ്റേഴ്സ് ആണോ കേട്ടോ. ആക്ടിവേറ്റഡ് പ്രോട്ടീൻ C അതുപോലെ തന്നെ APC തന്നെയാണ്. ആസ്പിരിൻ, ഫെനാസിറ്റിൻ ആൻഡ് കാഫെയിൻ എന്ന് പറയുന്നതും APC തന്നെയാണ്. അപ്പൊ അതും അതുപോലെ തന്നെ. അപ്പൊ സിറ്റുവേഷൻസ് ആണ് അവിടെ ഉദ്ദേശിക്കുന്നത്, അതനുസരിച്ചിട്ടായിരിക്കും ഇത് പല രീതിയിലും ആവുന്നത് ഈ ഷോർട്ട് ഫോംസ്. മെഡിക്കൽ ഫീൽഡിൽ ഇതിനെല്ലാം നമുക്ക് APC എന്ന് പറയുന്ന ഒരു അബ്രീവിയേറ്റഡ് ഫോം ആണ് യൂസ് ചെയ്യുന്നത്. അടുത്തത് AQ വാട്ടർ, അക്വാറ്റിക് എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ, വാട്ടർ റിലേറ്റഡ് ആണ്. അപ്പൊ ഒരു സ്മോൾ ലെറ്റർ Q ആണ് കൊടുത്തിരിക്കുന്നത്, അങ്ങനെ തന്നെയാണ്. അത് വാട്ടറിനെ സൂചിപ്പിക്കുന്ന അബ്രീവിയേറ്റഡ് ഫോം ആണ്, ഷോർട്ട് ഫോം ആണ്. അടുത്തത് ARDS, അക്യൂട്ട് റെസ്പിറേറ്ററി ഡിസ്ട്രസ് സിൻഡ്രോം. അക്യൂട്ട് റെസ്പിറേറ്ററി ഡിസ്ട്രസ് സിൻഡ്രോം നമ്മുടെ എന്താ പറയാ റെസ്പിറേഷൻ ഫെയിലിയർ ഒക്കെ വരുന്ന സമയത്ത് അതിന്റെ ഒരു അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചില ബുദ്ധിമുട്ടുകൾ, അതാണ് ARDS എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്ന ഒരു അബ്രീവിയേഷൻ, അക്യൂട്ട് റെസ്പിറേറ്ററി ഡിസ്ട്രസ് സിൻഡ്രോം. ASA, ആസ്പിരിൻ, അതുപോലെ തന്നെ അസറ്റിക് ആസിഡ് അതിനെ സൂചിപ്പിക്കാനാണ് അത് ഉപയോഗിക്കുന്നത്. അതിന്റെ ബ്രാക്കറ്റിൽ കൊടുത്തിരിക്കുന്നത് അതിന്റെ എന്താ പറയാ എക്സ്പാൻഡഡ് ഫോം രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. ആസ്പിരിൻ, അസറ്റൈൽ സാലിസിലിക് ആസിഡ് എന്ന് പറയുന്നതും എന്താ പറയാ ASA എന്ന് പറയുന്നതിന്റെ ഒരു അബ്രീവിയേറ്റഡ് ഫോം ആണ്. ASAP അതൊക്കെ നമ്മൾ സാധാരണ എന്താ പറയാ മെസ്സേജ് കോണ്ടെക്സ്റ്റിലൊക്കെ ഉപയോഗിക്കുന്നതാണ്. ആസ് സൂൺ ആസ് പോസിബിൾ അതൊക്കെ നമ്മൾ നേരത്തെ കേട്ടിട്ടുണ്ട്. അതൊരു കോമൺ യൂസേജ് കൂടിയാണ് അല്ലെ. ആസ് സൂൺ ആസ് പോസിബിൾ എന്ന് പറയുന്നത് ASAP
എപ്പോഴും ഉപയോഗിക്കുന്നതാണ്. ASHD എന്ന് പറയുന്നത് അടുത്ത ഇതാണ്, ഹാർട്ട് ഡിസീസസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു എന്താ പറയാ അബ്രീവിയേറ്റഡ് ഫോം ആണ്. ആർട്ടീരിയൽ സ്ക്ലെറോട്ടിക് ഓർ ആസ്റ്റോറിയോ സ്ക്ലെറോട്ടിക് ഹാർട്ട് ഡിസീസസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. നേരത്തെ നമ്മൾ ഇതിന്റെ ഒരു വേറെ ഒരെണ്ണം എന്താ പറയാ നമ്മളുടെ സഫിക്സിനകത്ത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഉള്ള ഒരു ഷോർട്ട് ഫോം ആണ് ASHD എന്ന് പറയുന്നത്. അടുത്തത് AV, പിന്നെ അല്ലെങ്കിൽ A ഇട്ടിട്ട് ഒരു ഹൈഫൻ ഇട്ടിട്ട് V ഉണ്ട്. ആർട്ടറിയോ വെനസ് എന്ന് പറയുന്നതോ ആർട്ടറിയോ വെൻട്രിക്കുലർ എന്ന് പറയുന്നതിനെയോ സൂചിപ്പിക്കാനുണ്ട്. AVയും അതുപോലെ തന്നെ A-V-യും ഇട്ടിട്ടുണ്ട്. രണ്ടും രണ്ടാണ്, രണ്ട് രീതിയിലാണ് ആർട്ടറിയോ വെൻട്രിക്കുലർ എന്ന് പറയുന്നതും അതുപോലെ തന്നെ ആർട്ടറിയോ വീനസ് എന്ന് പറയുന്നതും രണ്ടും രണ്ടായിട്ടുള്ള അബ്രീവിയേഷൻസ് ആണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോ A എന്ന് പറയുന്ന ലെറ്ററിൽ തുടങ്ങുന്ന അബ്രീവിയേഷൻസ് ആണ് ഈ പേജിൽ കൊടുത്തിരിക്കുന്നത്. എയിൽ സ്റ്റാർട്ട് ചെയ്യുന്ന അബ്രീവിയേഷൻസ് ആൽഫബറ്റിക് ഓർഡറിലാണ് ഒരുവിധം നമുക്ക് അത് ചെയ്യുന്നത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് തന്നിരിക്കുന്നത്. അപ്പൊ ആ രീതിയിലോ ഏത് രീതിയിൽ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും എന്നുള്ള രീതിയിൽ നിങ്ങൾ അത് മനസ്സിലാക്കി പഠിക്കാം. ഓക്കെ, നമുക്കൊന്ന് മാർക്ക് ചെയ്യാം. മാർക്ക് ചെയ്യേണ്ടത് ഇതിനകത്ത് ARDS മാർക്ക് ചെയ്യാം. അതിന്റെ തൊട്ട് മുകളിൽ AQ മാർക്ക് ചെയ്യാം. AQ, ARDS, ASAP and AD ലാസ്റ്റ് കേട്ടോ. 3 20 നമ്മൾ ഓൾറെഡി മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. എത്ര മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു? 20 വരെ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എത്ര മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു? 4. ഓക്കെ, അപ്പൊ 4 കഴിഞ്ഞു. ഇതിന്റെ കൂടെ ഇത് കൂടി കേട്ടോ. ആ പേജിലൊക്കെ ഇപ്പൊ 4 നേരത്തെ 4 അപ്പൊ 8 ഉണ്ടാവും. 8 7 ഉണ്ടാവും. ഇതുണ്ട് 8 പറയണേ. 7 ഏതാണ്? ശരി, ചിലര് 8 ചിലര് 7 പറയണേ. ടോട്ടൽ 11. ഒന്ന് നമ്പർ ഇടാമോ? ഞാൻ നോക്കട്ടെ. ചിലപ്പോ ആർക്കെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ആ പേജിലുള്ളത് മാത്രം. അബ്രീവിയേഷൻസ് പേജില് 9th തുടങ്ങി 29th വരെയുള്ളതിലെ നമ്പേഴ്സ് ഒന്ന് ഇടാമോ? 10, 12, 16, 18, 24, 25, 27, 29. കിട്ടിയ എല്ലാവർക്കും? പത്തില്ലാന്ന്. 10 ഏതാ? 12, 16, 18. എഴുതുന്നുണ്ടെന്നാണ് പറയണത്. ഓട്ടോമേറ്റഡ് എക്സ്റ്റേണൽ ഡീഫിബ്രിലേറ്റർ ഇല്ലേ? 10th ഇല്ലാന്ന്. ഓക്കെ, ഇല്ലാത്തത് പറഞ്ഞത് മാത്രം മാർക്ക് ചെയ്യാം കേട്ടാ. ഈ പേജിലത്തെയാണ് നമ്മൾ ചോദിച്ചത്. 9th തുടങ്ങിയുള്ള പേജിലെയാണ് ഞാൻ ചോദിക്കുന്നത് കേട്ടോ. 9th പേജ് തുടങ്ങി 29th വരെയുള്ളതിൽ മാത്രം പറഞ്ഞാൽ മതി. അതിന് മുൻപുള്ളതല്ല. അവർ പേജ് കറക്റ്റ് ആയി നോക്കാനാ. ഓക്കെ, ഓക്കെ, അടുത്ത പേജിലേക്ക് പോയാലോ? നിങ്ങളുടെ പേജിൽ നിങ്ങളുടെ 12ാമത്തെ മുതലാണ് നിങ്ങളുടെ അത് നിങ്ങളുടെ പുസ്തകത്തിൽ അല്ലെ, ടെക്സ്റ്റ് ബുക്കിൽ അങ്ങനെയായിരിക്കും. ഓക്കെ ഓക്കെ, അത് കുഴപ്പമില്ല. അത് അടുത്ത പേജ് ഞാനിവിടെ എന്താ പറയാ നമ്മളുടെ സ്ക്രീനിൽ പ്രസന്റ് ചെയ്തിരിക്കുന്ന ഇതാണ് ചോദിച്ചത്. ഓക്കെ, അടുത്ത 30ാമത് പറയുന്നത് BBB, ബണ്ടിൽ ബ്രാഞ്ച് ബ്ലോക്ക്. ബണ്ടിൽ ബ്രാഞ്ച് ബ്ലോക്ക് കേട്ടോ. BBB എല്ലാം 10 ഇല്ലാന്ന്.
12 മുതലാണ് പറഞ്ഞതെന്നാണ് എനിക്ക് തോന്നുന്നത് ആ പേജിൽ അല്ലെ. പേജ് അതല്ലേ പറഞ്ഞത് 12. അതുകൊണ്ട് ഞാൻ പറഞ്ഞത്. ഓക്കെ ഓക്കെ, എനിക്ക് ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. യെസ്, 9 10 ഇല്ല. ഓക്കെ ഓക്കെ. അടുത്തത് BBB, ബണ്ടിൽ ബ്രാഞ്ച് ബ്ലോക്ക് കേട്ടോ. BD or BID ട്വൈസ്, ബിഡ് BID എന്നോ അല്ലെങ്കിൽ BD ട്വൈസ് ഡെയിലി. ഒക്കെ അത് അബ്രിവിയേഷൻ അങ്ങനെയാണെങ്കിലും ഒരു എന്താ പറയാ മോക്ക് ടെസ്റ്റിൽ ചെയ്യണം, അത് വേറെയാണ്. മോക്ക് ടെസ്റ്റ് അല്ല നമുക്ക് ഇവിടെ അറിയാൻ അറിയപ്പെടുത്തുന്നത് നിങ്ങൾക്ക് കാണാതെ പഠിക്കാൻ വേണ്ടിയിട്ടാ. ഓക്കെ, മോക്ക് ടെസ്റ്റിൽ ഏത് വേണമെങ്കിലും ചോദിക്കാം. അപ്പൊ അങ്ങനെയും നിങ്ങൾ ഒന്ന് റെഫർ ചെയ്യുമല്ലോ. മോക്ക് ടെസ്റ്റിൽ നിങ്ങൾക്ക് തരുന്നത് ചിലപ്പോ മാർക്ക് ചെയ്യാത്തതായിരിക്കാം, മാർക്ക് ചെയ്തതുമായിരിക്കാം. അത് ഓക്കെ, അതങ്ങനെ നടക്കട്ടെ. കാരണം മാർക്ക് ചെയ്യുന്നത് നമ്മള് എന്തിനാണുള്ളത് എന്തായാലും കാണാതെ പഠിക്കുന്ന എക്സാമിന് വേണ്ടി. മോക്ക് ടെസ്റ്റിൽ വരുമ്പോൾ നിങ്ങൾ അതൊന്നും കൂടി റെഫർ ചെയ്ത് പോകുക, അതുകൊണ്ട് വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പൊ BID ബിഡ് ട്വൈസ് ഡെയിലി എന്നാണ് അതിന്റെ ഒരു ഫുൾ ഫോം അല്ലെങ്കിൽ എക്സ്പാൻഡഡ് ഫോം. BKA ബിലോ ദ നീ ആംപ്യൂട്ടേഷൻ, ബിലോ ദ നീ ആംപ്യൂട്ടേഷൻ. KNEE ആണ്. K ക്യാപിറ്റൽ ലെറ്റർ വേണം, ആംപ്യൂട്ടേഷനും ക്യാപിറ്റൽ ലെറ്റർ തന്നെ ഉണ്ട് AK. അപ്പൊ ബിലോ ദ നീ ആംപ്യൂട്ടേഷൻ ആണ് BKA. അടുത്തത് BM ബോയൽ മൂവ്മെന്റ് ആണ്. ബോവൽ മൂവ്മെന്റ് നമ്മുടെ സ്റ്റൊമക്ക് റിലേറ്റഡ് ആയിട്ടുള്ള ആ ഒരു മൂവ്മെന്റ് ആണ് ഉള്ളിലുള്ളത്. BM ബോവൽ മൂവ്മെന്റ്. BP ബ്ലഡ് പ്രഷർ, BP ബ്ലഡ് പ്രഷർ ആണെന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ്. BS ബാച്ചുലർ ഓഫ് സയൻസ്, BSc എന്ന് നമ്മൾ പഠിക്കാറുണ്ടല്ലോ. BSc ബാച്ചുലർ ഓഫ് സയൻസ് ആണ് BS. BSA ബോഡി സർഫസ് ഏരിയ, നമ്മുടെ ബോഡിയുടെ ഉപരിതല ഒരു പരപ്പളവാണ്, വിസ്തീർണം. ESA ബോഡി സർഫസ് ഏരിയ. BX എന്താണ്? ബയോപ്സി, ക്യാൻസർ റിലേറ്റഡ് ആയിട്ടുള്ള ട്യൂമേഴ്സ് ഒക്കെ റിമൂവ് ചെയ്തിട്ട് അത് കൺഫേം ചെയ്യാനായിട്ട്, അത് പോസിറ്റീവോ നെഗറ്റീവോ ആണോ അത് കൺഫേം ചെയ്യാനായിട്ട് ചെയ്യുന്ന ഒരു ടെസ്റ്റ് ആണ്. ബയോപ്സി BX ആണ്. C ഇട്ടിട്ട് ഒരു എന്താ പറയാ C ഇട്ടിട്ട് ഒരു സ്ലാഷ്, അത് വിത്ത് എന്നതിനെ സൂചിപ്പിക്കുന്ന ഒരു ഷോർട്ട് റൈറ്റിംഗ് ആണ് കേട്ടോ. ഷോർട്ട് റൈറ്റിംഗ് ആണ്, റിലേഷൻഷിപ്പ് തന്നെ പറയാൻ പറ്റില്ല, ഒരു സിമ്പിൾ ആയിട്ട് എഴുതുന്നതാണ്. അടുത്തത് C ഇട്ടിട്ട് സീറോ ഇട്ടുണ്ട്, നമ്മൾ സാധാരണ കേൾക്കാറുള്ളതാണ് അല്ലെ, കണ്ടിട്ടുണ്ടല്ലോ. ഡിഗ്രി സെൽഷ്യസ് അല്ലെങ്കിൽ സെന്റിഗ്രേഡിനെ സൂചിപ്പിക്കുന്നതാണ് അല്ലെ. 24 ഡിഗ്രി സെൽഷ്യസ് ടെമ്പറേച്ചർ ഒക്കെ മെഷർ ചെയ്തിട്ട് പറയുന്ന ഒരു യൂണിറ്റ് ആണ് ഡിഗ്രി സെൽഷ്യസ്. ഓക്കെ, CA കാൽഷ്യം, കാൽഷ്യമിനെ സൂചിപ്പിക്കുന്നതാണെന്നും നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. സ്കൂളുകളിലൊക്കെ പഠിക്കുമ്പോൾ CA കാൽഷ്യം ആണ്. അതേസമയം CA ക്യാപിറ്റൽ ലെറ്റേഴ്സിൽ സൂചിപ്പിക്കുന്നത് കാർഡിയാക് അറസ്റ്റിനെയാണ്, ഹാർട്ട് അറ്റാക്കുമായിട്ട് ബന്ധപ്പെട്ടതാണ്. കാർഡിയാക് അറസ്റ്റ് രണ്ടും രണ്ടാണ്. ഒരെണ്ണം C സ്മോൾ ലെറ്റർ A ആണ്, അത് കാൽഷ്യം. മറ്റേത് CA രണ്ടും ക്യാപിറ്റൽ ലെറ്റേഴ്സ് ആണ്, കാർഡിയാക് അറസ്റ്റ് ആണ്. കൊറോണറി ആർട്ടറി ബൈപ്പാസ് ഗ്രാഫ്റ്റിംഗ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. CABG അതായത് നമ്മുടെ കാർഡിയോളജി ഡിപ്പാർട്ട്മെന്റ് പറഞ്ഞപ്പോ നമ്മൾ പറഞ്ഞിട്ടുണ്ട് കൊറോണറി ആർട്ടറി ബൈപ്പാസ് ഗ്രാഫ്റ്റിംഗ് എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ. അതായത് ആർട്ടറീസിൽ, ഇത് നമ്മുടെ ബ്ലഡ് പാസ് ചെയ്യുന്ന ആർട്ടറീസിന്റെ ഭിത്തിയില് ബോൺസില് നിറച്ചും എന്താണ് മറ്റേ പ്ലാന്റ് പോലത്തെ ഒരു സാധനം വന്ന് ബിൽഡപ്പ് ചെയ്യുമ്പോൾ അതിങ്ങനെ അവിടെ ഇങ്ങനെ കട്ടുപിടിച്ച് നമ്മുടെ ബ്ലഡ് പാസേജിനെ എന്ത് ചെയ്യും, അത് തടസ്സം ചെയ്യും അല്ലെ. അതിന് ഒരു പാസേജ് പോകാൻ പറ്റാത്ത രീതിയിൽ, ബ്ലഡ് സർക്കുലേറ്റ് ചെയ്യാത്ത രീതിയിൽ അത് അവിടെ തടസ്സം വരും. അങ്ങനെ വരുമ്പോൾ അത് ഹാർട്ട് അറ്റാക്സിലേക്കൊക്കെ പോകും, നെഞ്ചുവേദനയൊക്കെ ഭയങ്കരമായിട്ട് വരും. അപ്പൊ അത് റിമൂവ് ചെയ്യുന്ന ഒരു സർജറിയാണ് അല്ലെ, കൊറോണറി ആർട്ടറി ബൈപ്പാസ് ഗ്രാഫ്റ്റിംഗ്. CABG എന്നാണ് അതിന്റെ ഷോർട്ട് ഫോം. അതുപോലെ തന്നെ അടുത്ത നമ്മൾ കേട്ടിട്ടുണ്ട് CAD കൊറോണറി ആർട്ടറി ഡിസീസ്. നമ്മുടെ ഹാർട്ട് സംബന്ധമായിട്ട് ഏറ്റവും വലിയ ഒരു എന്താ പറയുക ഏരിയ ഓഫ് രോഗം കവർ ചെയ്യുന്ന ഒരു രോഗമാണ് CAD എന്ന് പറയുന്നത്. അതിനൊരു എക്സാമ്പിൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ആൻജൈന എന്ന് പറയുന്നത്. അതുകൊണ്ടൊക്കെ നമുക്ക് ഭയങ്കര ഫെമിലിയർ ആയിട്ടുള്ള കാര്യമാണ്. CBC കംപ്ലീറ്റ് ബ്ലഡ് കൗണ്ട് ആണ്. CBC കംപ്ലീറ്റ് ബ്ലഡ് കൗണ്ട്. അടുത്തത് CC ക്യൂബിക് സെന്റിമീറ്റർ, അതൊക്കെ കോമൺ യൂസേജിൽ വരുന്ന ഷോർട്ട് ഫോംസ് ആണ്. CC ക്യൂബിക് സെന്റിമീറ്റർ. C രണ്ടും ക്യാപിറ്റൽ ലെറ്റേഴ്സിലാണെങ്കിൽ ചീഫ് കംപ്ലൈന്റ്, വളരെ മുഖ്യമായിട്ടുള്ള ഒരു പരാതി, അസുഖങ്ങളൊക്കെ വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ തരത്തിലുള്ള ട്രീറ്റ്മെന്റിന്റെ രീതിയിലോ മറ്റൊക്കെ കംപ്ലൈന്റുകളൊക്കെ വരാൻ സാധ്യതകളുണ്ട്. അത്തരം കംപ്ലൈന്റുകളൊക്കെ റേസ് ചെയ്യുമ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർക്ക് നോട്ടായിട്ട് എഴുതി വെക്കാൻ പറ്റുന്ന ചെറിയ ഫോമാണ് CC. ക്യാപിറ്റൽ ലെറ്റേഴ്സ് ആണ് ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ C/C ഇട്ടിട്ടുണ്ട്. അടുത്ത CCU കൊറോണറി കെയർ യൂണിറ്റ്, അതായത് കൊറോണറി കെയർ കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു യൂണിറ്റ് ആണ് CCU എന്ന് പറയുന്നത്.
CHF കോൺജസ്റ്റീവ് ഹാർട്ട് ഫെയിലിയർ ആണ് അതിനെ സൂചിപ്പിക്കാനുള്ള. CHF കോൺജസ്റ്റീവ് ഹാർട്ട് ഫെയിലിയർ ആണ് കേട്ടോ. അടുത്ത CL അത് നമ്മുടെ സയൻസ് റിലേറ്റഡ് ആയിട്ട് പഠിച്ചത് ക്ലോറൈഡ് എന്ന് പറയുന്ന ഒരു എന്താ പറയുക എലമെന്റ് ആണ്. ഓക്കെ, അതെ ഈ പേജിൽ മിക്കതും അറിയാവുന്നതാണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് പഠിക്കാൻ വളരെ എളുപ്പമുള്ളതാണ് നിങ്ങൾ പറയണേ. സെന്റിമീറ്ററിനെ സൂചിപ്പിക്കുന്ന CM അതും നമ്മൾ മാത്സിലൊക്കെ ഇഷ്ടംപോലെ കേട്ടിട്ടുണ്ട്. സെന്റിമീറ്റർ ക്യൂബ് അല്ലെങ്കിൽ ക്യൂബിക് സെന്റിമീറ്റർ എന്നും അതിനെ പറയാറുണ്ട് അല്ലെ. CM ഇട്ടിട്ട് പോകുന്ന ഒരു 3 ക്യൂബിക് സെന്റിമീറ്റർ എന്നോ സെന്റിമീറ്റർ ക്യൂബ് എന്നോ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ചെയ്യാൻ നമുക്കറിയാം. അത് CNS സെൻട്രൽ നെർവസ് സിസ്റ്റം, അതായത് നാഡീവ്യവസ്ഥയുടെ കേന്ദ്രം. സെൻട്രൽ നെർവസ് സിസ്റ്റം ആണ് CNS എന്ന് പറയുന്നത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പേജ് ആണ് അപ്പൊ നമ്മളിപ്പോ വായിച്ചത് എന്ന് നിങ്ങൾ ഇത് സമ്മതിച്ചിട്ടുണ്ട്. CNS സെൻട്രൽ നെർവസ് സിസ്റ്റം. ഓക്കെ ആണല്ലോ. അപ്പൊ നമുക്ക് മാർക്ക് ചെയ്തോളൂ കേട്ടോ. B എന്ന് പറയുന്ന അക്ഷരത്തിൽ തുടങ്ങിയതാണ് സോറി നമ്മുടെ ആൽഫബറ്റ്സ് ഉപയോഗിച്ചിട്ടാണ്. ആൽഫബറ്റ്സിന്റെ ആൽഫബറ്റിക് ഓർഡറിലാണ് പറഞ്ഞേക്കുന്നത്. അതുകൊണ്ട് കുറച്ചുകൂടി എളുപ്പമായിരിക്കും നിങ്ങൾക്ക് പഠിക്കാനായിട്ട്. ഒന്ന് മാർക്ക് ചെയ്യാം. ബ്രാഞ്ച് ബണ്ടിൽ, ബ്രാഞ്ച് ബ്ലോക്ക്. BBB മാർക്ക് ചെയ്യാം. BP ബ്ലഡ് പ്രഷർ മാർക്ക് ചെയ്യാം. BS ബാച്ചുലർ ഓഫ് സയൻസ് മാർക്ക് ചെയ്യാം. BX ബയോപ്സി മാർക്ക് ചെയ്യാം. BX അടുത്തത് ഡിഗ്രി സെൽഷ്യസ് മാർക്ക് ചെയ്യാം. സെന്റിഗ്രേഡ് ഓർ ഡിഗ്രി സെൽഷ്യസ്. CA രണ്ടും മാർക്ക് ചെയ്യാം. CA കാൽഷ്യമിന്റെയും അതുപോലെ തന്നെ കാർഡിയാക് അറസ്റ്റിന്റെയും മാർക്ക് ചെയ്യാം കേട്ടോ. CABG CAD 4 അടുപ്പിച്ച് അങ്ങോട്ട് മാർക്ക് ചെയ്തോ. CA സ്മോൾ ലെറ്ററിലെ A ഇരിക്കുന്നതും CA രണ്ടും ക്യാപിറ്റൽ ലെറ്റേഴ്സ് എഴുതിയിരിക്കുന്നതും CABGയും CADയും മാർക്ക് ചെയ്യാം. നെക്സ്റ്റ് CL മാർക്ക് ചെയ്യാം. CL CM സെന്റിമീറ്റർ ക്യൂബ്. And the last one CNS central nervous system. സെൻട്രൽ നെർവസ് സിസ്റ്റം. ഒന്ന് പറയാമോ എത്ര എണ്ണം ഉണ്ട്? 13 എണ്ണം. 13 or 11? 13. ഇതെല്ലാം ഉണ്ടോന്നും നോക്കിയിട്ട് എല്ലാവരും അവിടെ ടൈപ്പ് ചെയ്തിട്ടുണ്ട് ഏതൊക്കെയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. കിട്ടിയോ? കീർത്തനയ്ക്ക് 11 കിട്ടിയുള്ളായിരുന്നു. 2 കിട്ടിയോ? ഓക്കെ, വെരി ഗുഡ്. ഒന്ന് വായിച്ചു നോക്കിയത്. അടുത്ത ആ പേജ് ഒന്ന് വായിച്ചു നോക്കിയേ. 30 തുടങ്ങിയ അത്ര വലിയ ബുദ്ധിമുട്ടുള്ള പേജ് അല്ല. ക്ലിയർ ആയോ? ഓക്കെ, അപ്പൊ അടുത്ത നോക്കിയാലോ. ക്യാപിറ്റൽ ലെറ്റേഴ്സിൽ ഓക്കെ. അപ്പൊ അടുത്ത അബ്രീവിയേഷൻസ് ആണ്. 53-ാമത്തെ C/O കംപ്ലൈനിങ് ഓഫ് കേട്ടാ. കംപ്ലൈനിങ് ഓഫ്
എന്ന് പറയുന്ന ഒരു വേണ്ടിയിട്ടാണ് C/O ഉപയോഗിക്കുന്നത്. CO ക്യാപിറ്റൽ ലെറ്റേഴ്സ് ഉപയോഗിച്ചിരിക്കുന്ന CO ആണ്. കാർഡിയാക് ഔട്ട്പുട്ട്. കാർഡിയാക് ഔട്ട്പുട്ട് എന്ന് പറയുന്നതിന് CO ഉപയോഗിച്ചിരിക്കുന്നു. CO2 കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. നമുക്ക് നേരത്തെ തന്നെ അറിയാവുന്നതാണ് CO2 അല്ലെ, ചെറിയ ക്ലാസ്സിലൊക്കെ ഇത്രയും പഠിക്കുന്നത് നമ്മള്. CO2 കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. COLD ക്രോണിക് ഒബ്സ്ട്രക്റ്റീവ് ലങ് ഡിസീസ് ആണ്. കോൾഡാണെന്ന് പറയില്ലേ അല്ലെ, ഭയങ്കരമായിട്ട് തുമ്മലും ജലദോഷമൊക്കെ വരുമ്പോൾ നമ്മൾ കോൾഡാണെന്ന് പറയും അല്ലെ. അതിന്റെ ഫുൾ ഫോം നോക്കാം, ക്രോണിക് ഒബ്സ്ട്രക്റ്റീവ് ലങ് ഡിസീസ്. ഓക്കെ. COPD ക്രോണിക് ഒബ്സ്ട്രക്റ്റീവ് പൾമണറി ഡിസീസസിനാണ് COPD ഉപയോഗിക്കുക. LDയും PDയും ആണ്. L-ല് ലങ്ങും, പിന്നെ അടുത്തതില് എന്താ പറയാ P ക്രോണിക് ഒബ്സ്ട്രക്റ്റീവ് പൾമണറി ഡിസീസസിനാണ് P വന്നിരിക്കുന്നത്. ചെറിയ വ്യത്യാസം മാത്രമേ ഉള്ളൂ. അടുത്തത് CP ചെസ്റ്റ് പെയിൻ ഉണ്ട്, കെമിക്കലി പ്യുവർ എന്നുണ്ട്, സെറിബ്രൽ പാൽസി എന്നുണ്ട് കേട്ടോ. സെറിബ്രൽ പാൽസി, ചെസ്റ്റ് പെയിൻ, അതുപോലെ തന്നെ കെമിക്കലി പ്യുവർ, ഇതിനെല്ലാം ഉപയോഗിക്കുന്ന CP എന്ന് പറയുന്ന അബ്രീവിയേറ്റഡ് ഫോം. CPR എന്താണ് CPR കൊടുക്കാന്ന് കേട്ടിട്ടുണ്ടല്ലോ. കൊറോണ ഒക്കെ വന്ന് കുറച്ച് കഴിഞ്ഞപ്പോ തുടങ്ങി എന്താ പറയാ ഒരുപാട് പേർക്ക് ഇതുപോലെ എന്താ പറയാ ഹാർട്ട് അറ്റാക്കുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പെട്ടെന്ന് കുഴഞ്ഞു വീഴുക. അപ്പൊ നമ്മൾ ചെയ്യേണ്ട ഒരു ഫസ്റ്റ് എയ്ഡ് എന്നതുപോലെ ചെയ്തു കൊടുക്കേണ്ട ഒരു നമ്മുടെ ആക്ടിവിറ്റിയാണ്. അപ്പൊ അതിനു വേണ്ടിയിട്ടുള്ള കുറെ വീഡിയോസ് ഒക്കെ എല്ലാവരിലേക്കും ഷെയർ ചെയ്തു. അതായത് ഇങ്ങനെ പെട്ടെന്ന് ഒരാള് ഈ പറയുന്ന രോഗം വന്നു കഴിഞ്ഞാൽ അങ്ങനെയൊക്കെ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അങ്ങനെ ഒരാൾ നമ്മുടെ മുന്നിൽ കുഴഞ്ഞു വീണാൽ നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ള ഒരു ചില കാര്യം അല്ലെ, അതാണ് CPR ആണ്. കാർഡിയോ പൾമനറി റെസിസിറ്റേഷൻ എന്നാണ് ഇതിന്റെ ഫുൾ ഫോം ആയിട്ട് വരും. അവിടെ കാർഡിയോ പൾമനറി റെസിസിറ്റേഷൻ അതിന്റെയാണ് ഷോർട്ട് ഫോം CPR എന്ന് പറയുന്നത്. അപ്പൊ അതെങ്ങനെ കൊടുക്കുന്നതിനൊക്കെയുള്ള വീഡിയോസ് ഒക്കെ ആളുകളിലേക്ക് ഷെയർ ചെയ്തിരുന്നു. അപ്പൊ അതനുസരിച്ച് നമ്മൾ ചെയ്താൽ ചിലപ്പോൾ നമുക്ക് ആളെ വീണ്ടും നമ്മുടെ ആളുടെ ലൈഫിലേക്ക് തിരിച്ചു കൊണ്ടുവരാനായിട്ട് സാധിക്കും. CRNA സർട്ടിഫൈഡ് രജിസ്റ്റേർഡ് നഴ്സ് അനസ്തെറ്റിസ്റ്റ് ആണ്. അതായത് അനസ്തേഷ്യ ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്ന നഴ്സസ്, അത് വെറും നഴ്സസ് ആയിരിക്കില്ല, രജിസ്റ്റേർഡ് നഴ്സസ് ആയിരിക്കും. ബിക്കോസ് നമുക്കറിയാം അനസ്തേഷ്യ വളരെ കെയർഫുൾ ആയിട്ട് കൊടുക്കേണ്ടതാണ്. 3 types ഓഫ് അനസ്തേഷ്യാസ് ഉണ്ട്. അപ്പൊ അതില് എന്താ പറയാ റീജിയണൽ അനസ്തേഷ്യ ഒക്കെ പ്രൊവൈഡ് ചെയ്യുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ എന്താ പറയാ പേഷ്യന്റിനെ ചെക്ക് ചെയ്യണം, മോണിറ്റർ ചെയ്യണം എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലെ. അപ്പൊ അത് എന്താ പറയാ പെട്ടെന്നൊക്കെ കയറിയിട്ട് ആൾക്ക് ചെയ്യേണ്ടതായിട്ടുള്ള ഓപ്പറേഷൻ സർജറീസ് ഒക്കെ അങ്ങനെ പെട്ടെന്നൊന്നും കൊടുക്കാൻ പറ്റില്ല. ഈ അനസ്തേഷ്യ ഒക്കെ കൊടുത്തതിന് ശേഷം നമ്മൾ വെയിറ്റ് ചെയ്ത് അതിന് ഇത്ര മിനിറ്റ് ഒക്കെ കഴിഞ്ഞ ആളുടെ മറ്റു കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തതിന് ശേഷം ഓക്കെ കൊടുത്ത സർജറിക്ക് വിധേയമാകാനായിട്ട് ആള് ഓക്കെ ആണോ എന്നുള്ളത് മനസ്സിലാക്കിയിട്ടൊക്കെ വേണം അല്ലെ. അപ്പൊ അതിനൊക്കെ വേണ്ടിയിട്ട് അത്തരം കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്ന ആ ഒരു വിഭാഗത്തിൽപ്പെട്ട നേഴ്സാണ്, രജിസ്റ്റേർഡ് നേഴ്സ് തന്നെയാണ് അത്തരം. അപ്പൊ സർട്ടിഫൈഡ് രജിസ്റ്റേർഡ് നേഴ്സ് അനസ്തെറ്റിസ്റ്റ് എന്നതിന് വേണ്ടിയിട്ടാണ് CRNA എന്ന് പറയുന്ന അബ്രിവിയേഷൻ ഉപയോഗിക്കുന്നത്. CRT എന്താണ് കാപ്പിലറി റീഫിൽ ടൈം കാത്തോഡ് റേ ട്യൂബ്. കാപ്പിലറി റീഫിൽ ടൈം കാത്തോഡ് റേ ട്യൂബ് CRT എന്നതിന്റെ ഫുൾ ഫോം ആണ് കേട്ടത് കേട്ടോ. അപ്പൊ കാപ്പിലറി റീഫിൽ ടൈം കാത്തോഡ് റേ ട്യൂബ് ആണ് CRT എന്ന് പറയുന്നത്. CSF സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡ് ആണ്. സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡിനെ സൂചിപ്പിക്കുന്നത് CSF എന്ന് പറയുന്ന അബ്രിവിയേറ്റഡ് ഫോം ആണ്. CSM കാരോട്ടിഡ് സൈനസ് മസാജ്, അതുപോലെ തന്നെ സെറിബ്രോസ്പൈനൽ മെനിഞ്ചൈറ്റിസ് എന്ന് പറയുന്നതിനും രണ്ടിനും ഉപയോഗിക്കും കേട്ടോ. കാരോട്ടിഡ് സൈനസ് മസാജ് എന്നുള്ളതും CSM തന്നെയാണ്. സെറിബ്രോസ്പൈനൽ മെനിഞ്ചൈറ്റിസ് എന്ന് പറയുന്നതും CSM തന്നെയാണ്. രണ്ട് രീതിയിലും അതിന്റെ ഷോർട്ട് ഫോം അത് തന്നെയാണ്. CVM സെറിബ്രോ വാസ്കുലർ ആക്സിഡന്റ് ആണ്. സെറിബ്രോ വാസ്കുലർ ആക്സിഡന്റിനെ സൂചിപ്പിക്കുന്ന അബ്രിവിയേറ്റഡ് ഫോം ആണ് CVM. CVP സെൻട്രൽ വെനസ് പ്രഷർ ആണ്. സെൻട്രൽ വെനസ് പ്രഷറിന്റെ ഷോർട്ട് ഫോം CVP എന്നതാണ്. ഓക്കെ. CXR ചെസ്റ്റ് എക്സ്റേക്ക് ഉപയോഗിക്കുന്ന ഷോർട്ട് ഫോം ആണ്. CXR ചെസ്റ്റിന്റെ എക്സ്റേ എടുക്കുമല്ലോ, അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഷോർട്ട് ഫോം CXR എന്നാണ്. DNC കേട്ടിട്ടുണ്ടല്ലോ അല്ലെ. എന്താണ് DNC? അതായത് എന്താ പറയാ സാധാരണ സ്ത്രീകൾക്ക് ചെയ്യുന്ന കാര്യമാണ്. ഡൈലേഷൻ ആൻഡ് ക്യൂററ്റേജ് എന്ന് പറയുന്നതാണ് DNCയുടെ ഫുൾ ഫോം ആയിട്ട് വരിക. ഡൈലേഷൻ ആൻഡ് ക്യൂററ്റേജ് എന്ന് പറയുന്ന ഷോർട്ട് ഫോം DNC ആണ്. DNC അല്ല, അത് ഡിസ്കണ്ടിന്യൂവിനെ സൂചിപ്പിക്കുന്ന അബ്രീവിയേറ്റഡ് ഫോം ആണ്. ഡിസ്കണ്ടിന്യൂ ചെയ്യുക, അതായത് തുടർന്ന് ചെയ്യേണ്ട എന്നുള്ളത് സൂചിപ്പിക്കാനാണ്. D/C D ആൻഡിന്റെ ചിഹ്നമുള്ളതാണത്. ആ DNC മറ്റേതാണ് കേട്ടോ.
ഡയലേഷൻ ആൻഡ് ക്യൂർട്ടേജ് എന്ന് പറയുന്നത്. അടുത്തത് DIFF ആണ്. ഡിഫറൻഷ്യൽ എന്ന് എഴുതുന്നതിന് പകരം അവിടെ ഷോർട്ട് ആക്കി DIFF എന്ന് എഴുതിയാലും ഡിഫറൻഷ്യൽ എന്ന് അവർക്ക് മനസ്സിലാക്കും. അടുത്ത ഡിഗ് എന്താണ് ഡിഗ് എന്ന് പറയുന്നത്? ഡൈജോക്സിൻ ആണ്. ഡൈജോക്സിൻ എന്ന് പറയുന്നതിനെ സൂചിപ്പിക്കാനാണ് ഡിഗ്, ഡൈജോക്സിൻ. DM ഡയബറ്റീസ് മെലിറ്റസ് എന്ന് പറയുന്നതാണ് DM, ഡയബറ്റീസ് മെലിറ്റസ് എന്ന് പറയുന്നതിനെ സൂചിപ്പിക്കാനാണ് DM ഉപയോഗിക്കുക. DOA അതൊക്കെ ഇമ്പോർട്ടന്റ് ആണ്. DOA ഡെഡ് ഓൺ അറൈവൽ എന്നാണ്. എന്താണ് ഡെഡ് ഓൺ അറൈവൽ? ഇപ്പൊ എന്താ പറയാ, പേഷ്യൻസിനെ കൊണ്ടുവരുന്ന വഴിക്ക് അല്ലെ, വരുന്ന വഴിക്ക് മരിച്ചു പോകില്ലേ, അങ്ങനെ അതിനെ ഷോർട്ടായിട്ട് അവര് ഡോക്ടേഴ്സ് ഇവിടെ എത്തുമ്പോഴേക്കും ചിലപ്പോൾ മരിച്ചിട്ടുണ്ടായിരുന്നിരിക്കും. അവിടെ എത്തുന്നതിന് മുമ്പ് തന്നെ മരിച്ചിട്ടുണ്ട്. അതായത് പുറപ്പെട്ടപ്പോ മരിച്ചിട്ടില്ല, പക്ഷെ അവരുടെ കയ്യില് അറൈവലിന്റെ സമയത്ത് മരിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ഇതിൽ അവിടെ എഴുതി വെക്കും. ഓക്കെ, അതെ, ടാബ്ലറ്റ് ആണ് ഡയലോക്സിൻ. അടുത്തത് DOE ഡിസ്പീനിയ ഓൺ എക്സേർഷൻ എന്നാണ്. ഡിസ്പീനിയ ഓൺ എക്സേർഷനെ സൂചിപ്പിക്കുന്നതാണ് DOE എന്ന് പറയുന്നത്. DON ഡയറക്ടർ ഓഫ് നഴ്സിംഗ് ആണ്. ഡയറക്ടർ ഓഫ് നഴ്സിംഗ് DON ഡോൺ എന്നൊക്കെ പറയാം. അതിന് ഷോർട്ട് ആയിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് DON ഡയറക്ടർ ഓഫ് നഴ്സിംഗ് ആണ്. ഓക്കെ, കുറച്ചൊക്കെ നമുക്ക് അറിയാവുന്നതേ ഉള്ളൂ ഈ ഒരു പേജില്. അതിന്റെ പേജിന്റെ അത്രയും ഇല്ല എങ്കിലും CSM സെറിബ്രോവാസ്കുലർ ആക്സിഡന്റ് ആണല്ലേ കൊടുത്തേക്കണേ. M മാറ്റണം കേട്ടോ. അവിടെ A ആക്കിയേ. CVM അല്ല, A ആണ് കേട്ടോ. CVM അല്ല, അവിടെ A ആക്കാം. സെറിബ്രോവാസ്കുലർ ആക്സിഡന്റ് 64ാമത്തെ M മാറ്റി അവിടെ A ആക്കുക കേട്ടോ. സെറിബ്രോവാസ്കുലർ ആക്സിഡന്റ് ആണ്. ഓക്കെ, A ആക്കണമെന്ന് ഇവിടെ ഞാൻ തിരുത്തി വെച്ചിട്ടുണ്ട്, ശ്രദ്ധിച്ചില്ല. ഓക്കെ, അപ്പൊ മാർക്ക് ചെയ്യാമോ? മാർക്ക് ചെയ്യാം. CO2 മാർക്ക് ചെയ്യാം. കാർബൺ ഡൈ ഓക്സൈഡ് CO2. അടുത്തത് COLD, COPD, CO2, COLD, COPD, CPR, CVM ഇമ്പോർട്ടന്റ് ആയിരുന്നു. നേരം പറഞ്ഞു ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ടെക്സ്റ്റിലേക്ക് നമ്മൾ തിരുത്തി വെച്ച് ഞാൻ പെട്ടെന്ന് ശ്രദ്ധിച്ചില്ല. CVM ഇമ്പോർട്ടന്റ്, സോറി CVA ഇമ്പോർട്ടന്റ് തന്നെയാണ് കേട്ടോ. അത് ഇവിടെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ഞാൻ. A ആക്കിയിട്ടുണ്ടാവുമല്ലോ എല്ലാവരും തിരുത്തണേ, അല്ലെങ്കിൽ എക്സാമിന് വരുമ്പോ അത് കൺഫ്യൂസ്ഡ് ആവും. CVA എന്ന് തന്നെ ആക്കുക. 64ാമത്തെ പ്രസന്റ് ചെയ്തിരിക്കുന്ന നോട്ടിൽ മാത്രമേ തെറ്റുള്ളൂ. നമ്മളുടെ കയ്യിൽ നമ്മൾ തിരുത്തി വെച്ചിരിക്കുകയാണ്. ഓക്കെ, CVA, then CVP, central venous pressure, D&C, DOA and DON. നോക്കിയേ, CO2, COLD, COPD, CPR, CVA, CVP, D&C, DOA and DON. കറക്റ്റ് ആണോ? 9 ഉണ്ടെന്ന് പറയുന്നു. കറക്റ്റ് ആണോ നോക്ക്. വേഗം വായിച്ചു നോക്കിയേ.
എല്ലാരും ഒന്ന് വായിച്ചു നോക്കുക കേട്ടോ. 1-2 പ്രാവശ്യം വെച്ച് ആ മാർക്ക് ചെയ്തതൊന്ന് സ്ട്രെസ് ചെയ്ത് വായിക്കാം. കഴിഞ്ഞോ? പറയട്ടെ അടുത്തത്. ഓക്കെ, അടുത്ത പേജ് നോക്കാം. 75th ആണ് നമ്പർ. DOA പറഞ്ഞതുപോലെ ഡെഡ് ഓൺ അറൈവൽ പറഞ്ഞതുപോലെ ഡെഡ് ഓൺ സീൻ, ആ സീനില് സംഭവിച്ച മരണം കേട്ടോ. അവിടെ സീനിൽ സംഭവിച്ച മരണം, ആ ഒരു സംഭവം നടക്കുന്ന സമയത്ത് ഡെഡ് ഓൺ സീൻ, അതായത് DOS ആണ്. DPT ഡിഫ്തീരിയ, പെർട്ടൂസിസ് ആൻഡ് ടെറ്റനസ് ടോക്സോയിഡ്സ് വാക്സിൻ, വാക്സിനേഷന്റെ ഒരു സംഭവമാണ്. ഡിഫ്തീരിയ, പെർട്ടൂസിസ് ആൻഡ് ടെറ്റനസ് ടോക്സോയിഡ്സ് വാക്സിൻ, അതിന് വേണ്ടിയിട്ട് കൊടുത്തിരിക്കുന്ന ഷോർട്ട് ഫോം ആണ് DPT അല്ലെ. ഇത് കുറെ ഉണ്ട്. ഇത് കുറെ ഉള്ളതുകൊണ്ടാണ് നിങ്ങൾക്ക് അതിൽ നിന്ന് നമ്മള് എന്താ പറയാ നേരത്തെയൊക്കെ ചോദിച്ചിരിക്കുന്ന കാര്യങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസ് കണ്ടതിൽ നിന്ന് ചൂസ് ചെയ്ത് നിങ്ങൾക്ക് അടയാളപ്പെടുത്തിയത് ഓരോ പേജ് കഴിയുമ്പോൾ അടയാളപ്പെടുത്തണല്ലേ. ഇപ്പൊ ഞാനും ഇരുന്ന് അടയാളപ്പെടുത്തണമായിരുന്ന ഇത് 10 എല്ലാം കൂടി പ്രിഫിക്സും സഫിക്സും റൂട്ട് വേർഡ്സും അതുപോലെ തന്നെ നമ്മുടെ അബ്രീവിയേഷൻസ് ആണ് ഏറ്റവും കൂടുതലുള്ളത് അല്ലെ. ഏറ്റവും അവസാനത്തെ നിങ്ങൾക്ക് അറിയാലോ അല്ലെ. ലാസ്റ്റത്തെ പേജിൽ അതിന്റെ എണ്ണം കിടക്കുന്നുണ്ട് 327. അപ്പൊ അത്രയും ഉള്ളതിൽ നിന്ന് നമ്മൾ ഓരോ പേജിലും ഇത്രയൊക്കെ തരുന്നത് അതുവേണ്ടിയിട്ടാണ്. ഇത്രയൊക്കെ ഈ പിള്ളേരെ ഇങ്ങനെ പഠിക്കും എന്ന് വിചാരിച്ചിട്ട് അതിൽ നിന്ന് കണ്ടുപിടിച്ച് തരുന്നതാ നിങ്ങൾക്ക് ഇമ്പോർട്ടന്റ് ആണെന്ന് മാർക്ക് ചെയ്യാൻ പറഞ്ഞിട്ട്. അല്ലെങ്കിൽ പിന്നെ അത് ചെയ്യണ്ടായിരുന്നു. ഇത്രയും അധികം ഇല്ലായിരുന്നെങ്കിൽ അത് നിങ്ങൾ പഠിക്കട്ടെ, നിങ്ങളുടെ കോഴ്സിന്റെ ഭാഗമല്ലേ, നിങ്ങൾ പഠിക്കട്ടെ. കാരണം ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഒക്കെ പഠിച്ച് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ ആയിട്ട് ജോലി ചെയ്യുന്ന സമയത്ത് ഇന്ന ഡിപ്പാർട്ട്മെന്റിൽ പോയിട്ട് ഇന്ന സംഭവം ഇന്നതൊക്കെ ഇവരിങ്ങനെ ചെറിയ ഷോർട്ട് ഫോമിലൊക്കെ എഴുതുമ്പോ നമ്മളൊക്കെ അറിയണ്ടേ. നമുക്കതൊന്ന് വായിച്ചു നോക്കുമ്പോ ഇത് ഇന്നതാണ് എന്ന് ജസ്റ്റ് നമ്മുടെ ഓർമ്മയിലേക്ക് വരണം. അതിനൊക്കെ വേണ്ടിയിട്ടാണ് തന്നേക്കണേ. നിങ്ങൾ പഠിച്ച് ജോലി കിട്ടുന്നതിന് മുമ്പെങ്കിൽ ഇതിന്റെ ഫുള്ളും ഒരു വിധമൊക്കെ നമ്മൾ മനസ്സിലാക്കി വെച്ചേക്കണം. കാണാതെ പഠിച്ചിട്ടുണ്ടോന്നെങ്കിൽ ഇതെല്ലാം നമ്മുടെ ആരും ചോദ്യമൊന്നും ചോദിക്കാൻ പോകുന്നില്ല. അബ്രീവിയേഷൻസ് ഇന്നലത്തെ അബ്രീവിയേഷൻ എന്താണെന്ന് നമുക്ക് ചോദ്യം ചോദിക്കാൻ പോകില്ല, എക്സാംസിന് ചോദിക്കുന്നത് കൂടാതെ. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് എക്സാംസിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് അങ്ങനെ മാർക്ക് ചെയ്ത് തരുന്നത്. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മളവിടെ അതിന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നമ്മൾ കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോ എന്നുള്ളതിന് വേണ്ടിയിട്ടാണ്, നമ്മുടെ സ്വന്തം കാര്യത്തിന് വേണ്ടിയിട്ടാണ് നമ്മളിത് പഠിക്കേണ്ടത്. ഓക്കെ, അല്ലാതെ വേറൊരു കാര്യത്തിലല്ല. എന്തായാലും ജോലിക്ക് വേണ്ടിയിട്ടാണല്ലോ നമ്മൾ ഇതൊക്കെ ചെയ്യുന്നത്. എന്തായാലും ഒരു ഹോസ്പിറ്റലിന്റെ എന്താ പറയാ ഹെൽത്ത് കെയർ സിസ്റ്റത്തിന്റെ ഒരു ഭാഗമാകാൻ നമ്മൾ എന്തായാലും ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ തീർച്ചയായിട്ടും കുറച്ചൊക്കെ അറിയണം. ഇതിനകത്തെയാണ് അവർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മളോട് ചിലപ്പോഴൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇങ്ങനെയൊക്കെ ഷോർട്ട് ഫോമിലേ അവർ പറയുള്ളൂ. അഡ്മിനിസ്ട്രേഷന്റെ ഭാഗമായിട്ട് നമ്മളവിടെ നിൽക്കുമ്പോൾ നമ്മളോട് പറയുമ്പോഴും ചിലപ്പോൾ ഇങ്ങനെ കാര്യമൊക്കെ ഉപയോഗിക്കുള്ളൂ. അപ്പൊ നമുക്കറിയണം ഇത് ഇന്നതാണ്, കാരണം നമ്മൾ അതൊന്നും അവിടെ പഠിച്ചിട്ടുണ്ടെന്ന് അറിയട്ടെ. ഓക്കെ, അപ്പൊ DSD എന്താണ്? ഡ്രൈ സ്റ്റെറൈൽ ഡ്രസ്സിംഗ്. കുറെ ഉണ്ട്, 127 ഉണ്ട്. അതിന്റെ 1/4 കഴിഞ്ഞിപ്പോ നമ്മുടെ ഇനി കുറച്ചും കൂടി ഉള്ളൂ. എത്ര മാർക്ക് വരുന്നു പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താ പറയാ ഒരു 10 എണ്ണമെങ്കിലും ചോദിക്കും എല്ലാവരും കൂടിയിട്ട്. അത് പക്ഷെ മെയിൻ എക്സാമിനായാലും പറയാൻ പറ്റില്ല. നമുക്കിപ്പോ എത്ര എണ്ണമൊക്കെ ചോദിക്കുന്നു. 10-15 എന്തായാലും ഒക്കെ നമ്മള് ചോദിക്കാൻ സാധ്യതകളുണ്ട്.
അപ്പൊ അത്രയ്ക്ക് അതിന് വേണ്ടിയിട്ട് നമ്മളിപ്പോ ഏതാണ് ആ 15 എണ്ണം എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതിനാണ് അതിൽ മൊത്തത്തിൽ നിന്ന് നിങ്ങൾക്ക് കുറച്ച് മാർക്ക് ചെയ്ത് തരുന്നത്. ഓക്കെ, കാണുമ്പോഴങ്ങനെ ഉണ്ടെന്നുള്ളൂ. നിങ്ങൾ പേടിക്കൊന്നും വേണ്ട. അതേ 50-60 മാർക്ക് ഓരോ മൊഡ്യൂൾസിന് വായിച്ചാൽ എത്രയും കുട്ടികളുണ്ട്. പിന്നെ ഇത് പേടിക്കണ, നിങ്ങൾ പേടിക്കല്ലേ. തുടക്കുമ്പോൾ നിങ്ങൾ അങ്ങനെ ചോദിക്കുമ്പോൾ നമുക്ക് ഒരു ഇതായി എന്താ പറയാ, ഒരു നെഗറ്റീവ് ഇമ്പാക്ട്. ഇത്രയും പിള്ളേർ പഠിക്കണമെന്ന് ചോദിക്കുമ്പോ തന്നെ അത് നമുക്ക് പഠിച്ചെടുത്താൽ മതി. ഓക്കെ, മറ്റുള്ളത് പഠിക്കാൻ എടുക്കുന്ന സമയം വേണ്ടി വരില്ല ഇത് പഠിക്കാനായിട്ട്. അബ്രിവിയേഷനും ഇങ്ങനെയുള്ളതല്ലേ. അപ്പൊ അതിന് എന്തെങ്കിലും ഒരു ടെക്നിക്ക് നിങ്ങൾ യൂസ് ചെയ്ത് അത് പഠിച്ചു വെക്കാൻ നോക്കുക കേട്ടാ. അപ്പൊ DSD ഡ്രൈ സ്റ്റെറൈൽ ഡ്രസ്സിംഗ് ആണ് DSD എന്ന് പറയുന്നത്. പഠിപ്പിക്കുക എന്നുള്ളതും ഭയങ്കര, പഠിപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ നിങ്ങൾ വായിച്ചാലും ഞങ്ങൾ വായിച്ചാലും ഒക്കെ ഒരുപോലെ തന്നെയാണ്. അത് കുറച്ചും കൂടി നിങ്ങളുടെ ചിലർക്കൊക്കെ ഇങ്ങനെ 2 പ്രാവശ്യമൊക്കെ ഒരു വാക്ക്, അതുകൊണ്ട് തന്നെയാണ് റിപ്പീറ്റ് ചെയ്ത് 2-3 പ്രാവശ്യമൊക്കെ പറയുന്നത്. അത് നിങ്ങളുടെ മനസ്സിൽ അങ്ങനെ കേട്ടതിന്റെ അവർ ഓർമ്മ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാ. അല്ലെങ്കിൽ ഇതൊക്കെ നമുക്ക് വായിച്ചെടുക്കാൻ തന്നെയുള്ളൂ. വേറെ ഇതിന്റെ എക്സ്റ്റൻഷൻ എന്ന് വെച്ചാൽ ഇത് എന്താണ്, എന്താണ്, അബ്രീവിയേഷന്റെ എക്സ്പാൻഡഡ് ഫോമിൽ നിന്ന് എന്ത് മനസ്സിലാക്കണം, അതൊന്നും നമുക്കില്ല. നമ്മൾ അതിന്റെ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ടാണ് തന്നിരിക്കുന്നത്. ഓക്കെ, അടുത്തത് DTAP ഡിഫ്തീരിയ, ടെറ്റനസ്, ടോക്സോയിഡ്സ് ആൻഡ് അസെല്ലുലാർ പെർട്ടോസിസ് വാക്സിൻ. അത് മറ്റൊരു വാക്സിൻ ആണ്, വലിയ നീണ്ടതാണ്. ഡിഫ്തീരിയയുടെ ടെറ്റനസ്, ടോക്സോയിഡ്സ് ആൻഡ് അസെല്ലുലാർ എന്ന് പറയുന്നത് A ആണ്. പെർട്ടോസിസ് വാക്സിൻ P എന്ന് പറയുന്നത് പെർട്ടോസിസിന് ഉപയോഗിക്കുന്നതാണ്. ഓക്കെ, അങ്ങനെ ഓരോ ലെറ്റർ റെപ്രസെന്റ് ചെയ്തു. അടുത്തത് DTP ഉണ്ട്, ഡിഫ്തീരിയ, ടെറ്റനസ്, ടോക്സോയിഡ്സ് ആൻഡ് പെർട്ടോസിസ് വാക്സിൻ. ഡിഫ്തീരിയ നേരത്തെ എന്താ പറയാ പറഞ്ഞതിൽ ചെറിയ വ്യത്യാസം അങ്ങോട്ടും ഇങ്ങോട്ടും അല്ലെ. DTT പറഞ്ഞു കഴിഞ്ഞപ്പോ ഡിഫ്തീരിയ, പെർട്ടോസിസ് ആൻഡ് ടെറ്റനസ്, ടോക്സോയിഡ്സ് എന്നാ പറഞ്ഞത്. നേരെ തിരിച്ച് ഇവിടെ TP ആണ് പറയുന്നത്. DTP ആണ്, ഡിഫ്തീരിയ, ടെറ്റനസ്, ടോക്സോയിഡ്സ് ആൻഡ് പെർട്ടോസിസ് വാക്സിൻ ആണ്. DTS ഡെലേറിയം ട്രെമൻസ് എന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ്. ഡെലേറിയം ട്രെമൻസ് DTS ഷോർട്ട് ഫോം ആണ് തന്നിരിക്കുന്നത്. ആ ഒരു SS എന്ന് പറയില്ല, ഇപ്പൊ നമ്മൾ പ്രോഗ്രാംസ് S എന്ന് പറയില്ല, അതാണ്. D5W ആണ്, S അല്ലാട്ടത് D5W ആണ്. ഡെക്സ്ട്രോസ് 5% ഇൻ വാട്ടർ എന്നതിനെ സൂചിപ്പിക്കാനുള്ള ഷോർട്ട് ഫോം ഉണ്ട്. ഡെക്സ്ട്രോസ് 5% ഇൻ വാട്ടർ. ഓക്കെ, 2% വെള്ളത്തിൽ ഡെക്സ്ട്രോസ് എന്ന് പറയുന്നതിന് D5W എന്നതിനെ സൂചിപ്പിക്കുന്നു. DX ഓക്കെ, DX എന്തിനാണ്? ഡയഗ്നോസിസിന് വേണ്ടിയിട്ടാണ്. ഡയഗ്നോസിസ് അപ്പൊ അത് നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട് അല്ലെ. ഇപ്പൊ ഡയഗ്നോസിസ് കഴിഞ്ഞ് കഴിയുമ്പോൾ അങ്ങനെ ഡോക്ടേഴ്സ് ഒരു പ്രിസ്ക്രിപ്ഷന്റെ അവിടെ DX എന്ന് തരുന്നതായിരിക്കും. നമ്മളൊന്ന് നോക്കിക്കഴിഞ്ഞാൽ ആ ചാർട്ടിനകത്ത് നമുക്ക് തരുന്ന പ്രിസ്ക്രൈബ് ചെയ്യുന്ന പേപ്പറിൽ ഇങ്ങനെ എന്തെങ്കിലും ടെസ്റ്റ് ഒക്കെ നടത്തിയിട്ട് അതിന്റെ റിസൾട്ട് ഒക്കെ വന്നേക്കും. അതിന്റെ അവിടെ എഴുതി വെച്ചത് നമുക്ക് കാണാൻ സാധിക്കും. DX എന്ന് എഴുതിയാണ്, ഡയഗ്നോസിസിന്റെ ഷോർട്ട് ഫോം ആണ് അവിടെ ആ പ്രിസ്ക്രിപ്ഷൻ ഷീറ്റിൽ എഴുതി വെച്ചിരിക്കുന്നത്. ECG അത് ഇലക്ട്രോ കാർഡിയോഗ്രാമിനെ സൂചിപ്പിക്കുന്നതാണ് ECG. അതുപോലെ തന്നെ ECGക്ക് EKG എന്ന് പറയുന്നത് വേറെ സ്ഥലത്ത് വേറെ 89ാമത്തെ ഒന്നുണ്ട് കേട്ടോ. ഇലക്ട്രോ കാർഡിയോഗ്രാം തന്നെയാണ്. EKGയും ECGയും രണ്ടും തന്നെയാണ്. രണ്ടും മാറി ഉപയോഗിക്കുന്നുണ്ട്. ഇലക്ട്രോ കാർഡിയോഗ്രാം എന്നതിനെ സൂചിപ്പിക്കാൻ തന്നെയാണ് രണ്ടും ഉപയോഗിക്കുക. ED എമർജൻസി ഡിപ്പാർട്ട്മെന്റ് ആണ്. നമ്മൾ നേരത്തെ പഠിച്ചിരിക്കുന്ന ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റിലെ E എന്ന് പറയുന്നത് എമർജൻസി ഡിപ്പാർട്ട്മെന്റിന്റെ ഷോർട്ട് ഫോം ആണ്. EDC എസ്റ്റിമേറ്റഡ് ഡേറ്റ് ഓഫ് കൺഫൈൻമെന്റ്. എസ്റ്റിമേറ്റഡ് ഡേറ്റ് ഓഫ് കൺഫൈൻമെന്റിനെ സൂചിപ്പിക്കാൻ EDC ഉപയോഗിക്കുന്നു. അടുത്തത് EEG എന്താണ്? ഇലക്ട്രോ എൻസെഫലോഗ്രാം. ഇലക്ട്രോ എൻസെഫലോഗ്രാമിനെ സൂചിപ്പിക്കാനാണ് EEG ഉപയോഗിക്കുക. ECG EEG ഒന്നല്ല കേട്ടോ, EKG ഒന്നാണ്. അടുത്തത് EG ഫോർ എക്സാമ്പിളിന് നമ്മൾ ഇപ്പോൾ ഉപയോഗിക്കുന്നതാണ്. ഫോർ എക്സാമ്പിളിനെ സൂചിപ്പിക്കാൻ EG എന്ന് സ്മോൾ ലെറ്റേഴ്സ് ഉപയോഗിക്കാറുണ്ട്. EKG നേരത്തെ പറഞ്ഞത് ECGന് ഈക്വലന്റ് ആയിട്ടുള്ള മറ്റൊരു ഷോർട്ട് ഫോം ആണ് ഇലക്ട്രോ കാർഡിയോഗ്രാം. ENT നമ്മൾ കേട്ടിട്ടുള്ളതാണ്, ഇയർ നോസ് ത്രോട്ട് എന്ന് പറയുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ്. ER എമർജൻസി റൂം എന്ന് നമ്മൾ ഇഷ്ടംപോലെ കേട്ടിട്ടുണ്ട്. ET എൻഡോട്രക്കിയൽ ട്യൂബ് ആണ്. എൻഡോട്രക്കിയൽ ട്യൂബ് ആണ് കേട്ടോ. അത് നിങ്ങൾക്ക് എവിടെയെങ്കിലും ഒക്കെ ഡിപ്പാർട്ട്മെന്റിൽ നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലെ, എൻഡോട്രക്കിയൽ ട്യൂബ് എന്ന് പറയുന്നത്. അടുത്തത് ETA എസ്റ്റിമേറ്റഡ് ടൈം ഓഫ് അറൈവൽ. ഏകദേശം എത്തിച്ചേർന്ന സമയം, അതാണ് ETA എസ്റ്റിമേറ്റഡ് ടൈം ഓഫ് അറൈവൽ. അടുത്തത് ETOH എഥൈൽ ആൽക്കഹോൾ എന്നാണ്. എഥൈൽ ആൽക്കഹോളിനെ സൂചിപ്പിക്കുന്ന ഷോർട്ട് ഫോം ETOH. ETT എൻഡോട്രക്കിയൽ ട്യൂബ് നേരത്തെ പറഞ്ഞ അവിടെ വീണ്ടും വന്നിട്ടുണ്ട്. ETയും ETTയും
എൻഡോട്രക്കിയൽ ട്യൂബിനെ തന്നെ സൂചിപ്പിക്കുന്നതാണ്. അടുത്തത് ഡിഗ്രി ഫാരൻഹീറ്റിനെ സൂചിപ്പിക്കുന്ന ഒരു കുഞ്ഞു സീറോ ഇട്ടിട്ട് എഫ് ക്യാപിറ്റൽ ലെറ്റർ എഴുതിയിരിക്കുന്നത് ഡിഗ്രി ഫാരൻഹീറ്റിനെ ഡിഗ്രി സെൽഷ്യസിന് പകരം. അതുപോലെ തന്നെ ഡിഗ്രി ഫാരൻഹീറ്റിലും ഉണ്ട് അല്ലെ, ഊഷ്മാവ് അളക്കാനായിട്ട് 2 രീതിയിൽ ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പൊ ഡിഗ്രി സെൽഷ്യസ് ആണെങ്കിൽ ഒരു സിയും അതിന്റെ എന്താ പറയാ മുമ്പിൽ ഒരു സീറോയുമാണ്. അതേസമയം ഡിഗ്രി ഫാരൻഹീറ്റിലാണെങ്കിൽ എഫും അതിന് മുമ്പിൽ ഒരു സീറോയുമാണ്. ഡിഗ്രി ഫാരൻഹീറ്റ്. ഓക്കെ, അപ്പൊ ഇതില് ഈ പേജിൽ കുറച്ചൊക്കെ നമ്മൾ കേട്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്, നമുക്കൊന്ന് അടയാളപ്പെടുത്താം. DOS എഴുതാം. DOAയും DOSും തമ്മിൽ മാറിപ്പോകാതിരിക്കാൻ രണ്ടും ഉണ്ട് കേട്ടോ. DOA ഡെഡ് ഓൺ അറൈവൽ, DOS ഡെഡ് ഓൺ സീൻ ആണ്. അപ്പൊ അത് അടയാളപ്പെടുത്തുക. DOS. അടുത്തത് DPT 75 76 മാർക്ക് ചെയ്യണം. DPT അതുപോലെ DTPയും മാർക്ക് ചെയ്യുക കേട്ടോ. 79 75 76 79. അടുത്തത് DTS then DX ഡയഗ്നോസിസ് DX. അടുത്തത് ECG EKG രണ്ടും ഒന്ന് തന്നെയാണ്, രണ്ടും മാർക്ക് ചെയ്തോ. ECG ആയാലും EKG ആയാലും രണ്ടും മാർക്ക് ചെയ്യാം. ഇലക്ട്രോകാർഡിയോഗ്രാം ആണ്. അടുത്തത് ETയും ETTയും മാർക്ക് ചെയ്യാം. എൻഡോട്രക്കിയൽ ട്യൂബാണ്. ETയും എൻഡോട്രക്കിയൽ ട്യൂബ് തന്നെയാണ്, ETTയും എൻഡോട്രക്കിയൽ ട്യൂബ് തന്നെയാണ്. അടുത്തത് ഡിഗ്രി ഫാരൻഹീറ്റ് കൂടി മാർക്ക് ചെയ്യും. ഡിഗ്രി ഫാരൻഹീറ്റ്. പത്തെണ്ണം ഉണ്ടെന്നാണ് പറയണത്. നോക്കിയേ വേഗം 10 എണ്ണം ഉണ്ടോന്നും നോക്കാം, ഒന്ന് വായിച്ചു നോക്കുക. 10 എണ്ണം ഏതാണെന്ന് സത്യതയോടെ എഴുതി വെച്ചിട്ടുണ്ട്. ലാഭം കിട്ടിയതോ നോക്കിയേ. ലാസ്റ്റ് 3 ഏതൊക്കെയാണ്? ETT ഉണ്ട്. ETയും ETTയും ഡിഗ്രി ഫാരൻഹീറ്റും. ETയും ETTയും ഒന്ന് തന്നെയാണല്ലോ, അതുകൊണ്ടാണ് അത് രണ്ടും ഉണ്ട് എന്ന് പറഞ്ഞത്. ഓക്കെ, ENT ഒക്കെ നമ്മൾ വേറെ സ്ഥലത്തൊക്കെ പഠിക്കണല്ലോ, ഡിപ്പാർട്ട്മെന്റില് ENT ഇയർ നോസ് ത്രോട്ട് ഒക്കെ പറയുന്ന ഡിപ്പാർട്ട്മെന്റ് പഠിക്കുന്നത്, അതുകൊണ്ടാണ് നമ്മുടെ മാർക്ക് ചെയ്യാൻ. ഓക്കെ, വായിച്ചു നോക്കിയോ? വായിച്ചു നോക്കാം. പറഞ്ഞോട്ടെ അടുത്തത്. അടുത്ത നോക്കാം. അടുത്ത 97th വണ്ണാണ് കേട്ടോ, 97ാമത്തെ. ഈ ഒരു പേജ് കൂടി എടുക്കുള്ളൂ. അത് ബോറടിക്കും, എനിക്ക് ബോറടിക്കും. ഓക്കെ, FiO2 O2 ആണ്. FiO2 എന്താ? ഓക്സിജൻ അല്ലെ. O2 ഓക്സിജൻ വേണ്ടിയിട്ടുള്ളത്. ഫ്രാക്ഷൻ ഓഫ് ഇൻസ്പയർഡ് ഓക്സിജൻ എന്നതിനെ സൂചിപ്പിക്കാനാണ് FiO2 ഉപയോഗിച്ചിരിക്കുന്നത്. ഓക്കെ, FiO2 ഫ്രാക്ഷൻ ഓഫ് ഇൻസ്പയർഡ് ഓക്സിജൻ.
ഫ്രാക്ഷൻ ഓഫ് ഇൻസ്പയർഡ് ഓക്സിജൻ പഠിച്ച് അപ്പൊ തന്നെ പോയിക്കോ. FBS നമ്മളൊക്കെ ഇടയ്ക്കിടയ്ക്കൊക്കെ ഷുഗർ നോക്കാനൊക്കെ പോകുന്നവരാണെങ്കിൽ അറിയാൻ പറ്റും. ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗറിന് വേണ്ടിയിട്ടാണ് FBS. അപ്പൊ അവിടെ ഇങ്ങനെ പറയും, അവിടെ നോക്കി വെച്ചിട്ടുണ്ടോ അപ്പൊ ഡോക്ടേഴ്സ് ഫാസ്റ്റിംഗിലാണോ ഷുഗർ നോക്കണ്ടേ അല്ലെങ്കിൽ ഫുഡ് കഴിച്ചിട്ടാണോ എന്ന് നോക്കും അല്ലേ. അപ്പൊ രണ്ട് രീതിയിലാണ്. അപ്പൊ FBS എന്ന് കണ്ടു കഴിഞ്ഞാൽ ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ ആണ് ടെസ്റ്റ് ചെയ്യേണ്ടതാണ്. എന്ന് വെച്ചാൽ നമ്മൾ ഫാസ്റ്റ് ചെയ്തിട്ട്, അതായത് ബിഫോർ ടെസ്റ്റ് ചെയ്യുന്നതിന് 2 മണിക്കൂറോ 1 മണിക്കൂറൊക്കെ മുമ്പ് അത് ഡോക്ടേഴ്സ് പറയും. അപ്പൊ അതനുസരിച്ചിട്ട് അത്രയും നേരം വരെ നമ്മളൊന്നും കഴിച്ചിട്ടുണ്ടാവാൻ പാടില്ല, അത് ടെസ്റ്റ് ചെയ്യും. FBS ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ ആണ്. FE അയൺ, അതും നമ്മൾ നേരത്തെ എന്താ പറയാ കെമിക്കൽ നെയിംസ് ഒക്കെ രാസനാമങ്ങളൊക്കെ നേരത്തെ പഠിച്ചിട്ടുണ്ടല്ലോ അല്ലെ, മറ്റേ പീരിയോഡിക് ടേബിളിലൊക്കെ അതൊക്കെയാണ് കുറെയൊക്കെ. അപ്പൊ FE അയൺ ആണ്. FHR ഫെറ്റൽ ഹാർട്ട് റേറ്റ് ആണ്. അതായത് എന്താ പറയാ ബേബീസ് അമ്മയുടെ ഉദരത്തിലായിരിക്കുമ്പോൾ തന്നെ ആ കുട്ടിയുടെ എന്താ പറയാ ഹാർട്ടിന്റെ ബീറ്റിംഗ് റേറ്റ് ഒക്കെ പരിശോധിക്കുമല്ലോ, അതാണ് അതിനകത്ത് അത് നോട്ട് ചെയ്ത് വെക്കുമല്ലോ. ആ FHR അതാണ് ഫെറ്റൽ ഹാർട്ട് റേറ്റ് ആണ്. ഇത് അവിടെ ആയിരിക്കുമ്പോഴാണ് കേട്ടോ, ഉള്ളിലായിരിക്കുമ്പോൾ, അതായത് ഡെലിവർ ചെയ്യാത്ത കുട്ടിയുടെ അമ്മയുടെ ഉദരത്തിലായിരിക്കുന്ന കുട്ടിയുടെ ആ ഒരു ഹാർട്ട് റേറ്റ് എടുക്കുന്നതാണ്. FHT അതുപോലെ തന്നെയാണ്. ഫെറ്റൽ ഹാർട്ട് ടോൺ ആണ്, അതിന്റെ ആ ഒരു ടോൺ, ഹാർട്ട് ബീറ്റിന്റെ ആ ഒരു ടോൺ എങ്ങനെയാണെന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ് FHT എന്ന് പറയുന്നത്. FHR-ഉം FHT-യും ഏകദേശം ഒന്ന് തന്നെ, പക്ഷെ ഹാർട്ടിന്റെ ബീറ്റിംഗ് എത്ര ഉണ്ട് എന്ന് അതിന്റെ ആ റേറ്റ് മനസ്സിലാകുന്നതാണ് R എന്ന് പറയുന്നത്. അതേസമയത്ത് ടോൺ ആണ് FHT എന്ന് പറയുന്നത്. അടുത്ത FHX എന്ന് പറഞ്ഞ കുഞ്ഞു എക്സ് നമ്മുടെ എച്ചിന്റെ അടുത്തിട്ടുണ്ടെങ്കിൽ അത് ഫാമിലി ഹിസ്റ്ററി. ചില അസുഖങ്ങളൊക്കെ നമുക്ക് ആയിട്ട് ചെല്ലുമ്പോൾ ഡോക്ടേഴ്സ് ചോദിക്കും നമ്മളോട് ലഭിച്ചാക്കെങ്കിൽ ഇതുണ്ടോ. അപ്പൊ ഷുഗർ ആണെങ്കിൽ അതുപോലെ തന്നെ മറ്റു ചില അസുഖങ്ങളൊക്കെ ഉണ്ട് അങ്ങനത്തെ. അപ്പൊ ഹാർട്ട് പ്രോബ്ലംസ് ഒക്കെ ചോദിക്കുമ്പോൾ ഉണ്ടെങ്കിൽ പറയും നമ്മുടെ ഫാമിലിയിൽ ആർക്കെങ്കിലും അതൊക്കെ ഉണ്ടോ. അപ്പൊ ആ ഹിസ്റ്ററി കൂടി നോക്കി കളക്ട് ചെയ്തിട്ടായിരിക്കും ചിലപ്പോൾ ഡോക്ടേഴ്സിന് ആ ഒരു കൺക്ലൂഷനിലേക്ക് എത്താനായിട്ട് സാധിക്കുക. അപ്പൊ അതുകൊണ്ട് അത് ചിലപ്പോ നമ്മുടെ എന്താ പറയുക ഹെറിഡിറ്ററി ആയിട്ട് പാരമ്പര്യമായിട്ട് വരുന്ന ചില അസുഖങ്ങളാണെന്നൊക്കെ ആക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ FHX ആണ് ഫാമിലി ഹിസ്റ്ററി. അടുത്തത് L ഫെംടോലിറ്റർ എന്ന് പറയുന്ന ഷോർട്ട് ഫോമിന് വേണ്ടിയിട്ടാണ് FL ഉപയോഗിക്കുക, ഫെംടോലിറ്റർ. അടുത്തത് FL-ഉം FLD-യും രണ്ടും ഫ്ലൂയിഡിനെ സൂചിപ്പിക്കുന്നതാണ്. ബോഡി ഫ്ലൂയിഡ്സ് ഒക്കെ അപ്പൊ ഉണ്ടെങ്കിൽ അതിനെ കുറിച്ച് റെഫർ ചെയ്യാൻ വേണ്ടിയിട്ട് FL എന്നോ FLD എന്നോ വേണമെങ്കിൽ എഴുതും. FSH ഫോളിക്കിൾ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ ആണ്, അതായത് എന്താ പറയാ ഓവുലേഷന്റെ ഒക്കെ എന്താ പറയാ അതിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന എന്തോ ആണ്, ഹോർമോൺ ആണ് കേട്ടോ. ഓവുലേഷൻ ഹെൽപ്പ് ചെയ്യുന്ന ഹോർമോൺസ് ആണ് ഫോളിക്കിൾ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ. FSH എന്നാണ് അതിന്റെ ഷോർട്ട് ഫോം വരാം. FX ഫ്രാക്ചർ, ഇപ്പൊ എവിടെയെങ്കിലൊക്കെ വീണു കൈക്കോ കാലിലൊക്കെ ഒടിവോ എല്ലുപൊട്ടലോ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ എഴുതി വെക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഷോർട്ട് ഫോം FX എന്നാണ് ഫ്രാക്ചർ. G ഗ്രാമിനെ സൂചിപ്പിക്കുന്നത് അത് കോമൺ യൂസേജിൽ നമ്മൾ ഉപയോഗിക്കുന്നത് തന്നെയാണ്. G ഗ്രാം ആണ്. GB ഗാൾ ബ്ലാഡർ അല്ലെ, നമ്മുടെ എന്താ പറയാ പിത്തസഞ്ചി, അതെ ഗാൾ ബ്ലാഡർ ആണ്. GB എന്നാണ് അതിന്റെ ഷോർട്ട് ഫോം. GI ഗ്യാസ്ട്രോ ഇൻഡസ്റ്റിനൽ സ്റ്റൊമക് റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങൾക്കുള്ള ഒരു ഇതാണ്. GI ആണ് കേട്ടോ, അല്ല GI ആണ്, ഗ്യാസ്ട്രോ ഇൻഡസ്റ്റിനൽ. അത് G-യും GM-ഉം 2 ഗ്രാമുകൾ സൂചിപ്പിക്കുകയും അപ്പോ 108-ാമത്തെയും 111-ാമത്തെയും G തന്നെയാണ്, ഒരെണ്ണം GM-ഉം 2 ഗ്രാം തന്നെയാണ്. ഓക്കെ. GR ഗ്രെയിനെ സൂചിപ്പിക്കുന്ന ഗ്രെയിൻ ധാന്യം എന്നൊക്കെ പറയില്ലേ തന്നെ. GSW എന്താ ഗൺ ഷോട്ട് വൂണ്ടിനെ സൂചിപ്പിക്കാം, ഗൺ ഷോട്ട് വൂണ്ട് എന്നൊക്കെ റെഫർ ചെയ്യാനായിട്ട്. അതായത് അങ്ങനത്തെ ഒരു മുറിവ്, അതായത് വെടിയൊക്കെ കൊണ്ടതുപോലെ എന്നൊക്കെ പറയില്ലേ, GSW എന്നാണ് അതിന് സൂചിപ്പിക്കുക. GTT ഡ്രോപ്സ് ആണ്, ഇത്ര ഡ്രോപ്സ് മരുന്ന്, ഇത്ര ഡ്രോപ്സ് ഒഴിക്കുക അല്ലെങ്കിൽ. GTT ക്യാപിറ്റൽ ലെറ്റേഴ്സ് ഉപയോഗിച്ചിട്ടുണ്ട്. അങ്ങനെ വരുമ്പോൾ ഗ്ലൂക്കോസ് ടോളറൻസ് ടെസ്റ്റ് ആണ് കേട്ടോ. മറ്റേത് സ്മോൾ ലെറ്റേഴ്സിലാണ് GTT, അത് ഡ്രോപ്സ്. GTT ക്യാപിറ്റൽ ലെറ്റേഴ്സിൽ ഗ്ലൂക്കോസ് ടോളറൻസ് ടെസ്റ്റ് ആണ്. GU ജെനിറ്റോ യൂറിനറി ആണ്, ജെനിറ്റോ യൂറിനറിനെ സൂചിപ്പിക്കാനാണ് GU ക്യാപിറ്റൽ ലെറ്റേഴ്സ് തന്നെയാണ് അതും വരേണ്ടത്. അടുത്തത് GYN നമ്മൾ കേട്ടിട്ടുള്ളതാണ്, ഗൈനക്കോളജി ഡിപ്പാർട്ട്മെന്റുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ നമ്മൾ ഷോർട്ട് ഫോം പറഞ്ഞിരുന്നു. H അവർ ആണ്, HOUR അവർ. H എന്ന് പറയാം ക്യാപിറ്റൽ ലെറ്റേഴ്സിൽ ഹൈപ്പോഡെർമിക് എന്ന് പറയുന്നത് H മാത്രം കൊടുത്തത് പിന്നെ വന്നിട്ടുള്ളൂ കേട്ടോ. ഹൈപ്പോഡെർമിക് ആണ് H മാത്രമാണെങ്കിൽ, അതും ക്യാപിറ്റൽ ലെറ്ററിൽ ഹൈപ്പോഡെർമിക്. മറ്റേ സ്മോൾ ലെറ്ററിലാണ് H അവർ എന്ന് സൂചിപ്പിക്കുന്ന അബ്രീവിയേഷൻ. ഓക്കെ.
അപ്പൊ ആ ഒരു പേജിലെയും ഒന്ന് നിങ്ങളൊന്ന് മാർക്ക് ചെയ്യാം. FBS 98 FBS fasting blood sugar. Then FHR fatal heart rate. FHR fatal heart rate. FL-ഉം FLD-യും രണ്ട് ഫ്ലൂയിഡ് ആണ്. FL-ഉം FLD-യും ഫ്ലൂയിഡ് ആണ്. അടുത്തത് GB ഗാൾ ബ്ലാഡർ, GI ഗ്യാസ്ട്രോ ഇൻഡസ്ട്രിയൽ രണ്ട് വേണം. GB-യും GI-യും 109 110. GSW ഗൺ ഷോട്ട് വൂണ്ട് ആണ്. ഗൺ ഷോട്ട് വൂണ്ട് GSW മാർക്ക് ചെയ്യാം. GYN ഗൈനക്കോളജി മാർക്ക് ചെയ്യാം. H ഹൈപ്പോഡെർമിക് എന്ന് പറയുന്നത് എന്താ? ഡെർമറ്റോളജി നമുക്കറിയാലോ, സ്കിൻ റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസിനുള്ള ഡിപ്പാർട്ട്മെന്റ് ആണല്ലോ ഡെർമറ്റോളജി. അപ്പൊ ഈ ഹൈപ്പോഡെർമിക് എന്ന് പറയുന്നത് ഇറ്റ്സ് എ പാർട്ട് അണ്ടർ ദ സ്കിൻ, സ്കിന്നിന് തൊട്ടടിയിലുള്ള ഒരു ഭാഗം അങ്ങനെയാണ്. ഓക്കെ, ഒന്നുകൂടി പറയണം. ഓക്കെ, പറയാം. FBS, FHR, FL, FL-ഉം FLD-യും രണ്ടും തന്നെയാണ്. GB, GI, GSW, GYN and H. എത്ര പറഞ്ഞേ? 120 വരെയുള്ള അബ്രിവിയേഷൻസ് ആണ് നമ്മൾ ഇന്ന് എന്താ പറയാ 120 വരെ പറഞ്ഞു. 20 കഴിഞ്ഞിട്ട് ആണ് തുടങ്ങിയത്. ദാറ്റ് മീൻസ് നമ്മൾ എത്ര അബ്രിവിയേഷനാണ് പഠിച്ചേ? എത്ര അബ്രിവിയേഷൻ പഠിച്ച്? കാൽക്കുലേറ്റ് ചെയ്യാൻ എളുപ്പത്തിന് കൊണ്ടു നിർത്തിയ കറക്റ്റ് ടൈമിങ്ങിന് അറിയാമോ? ഇന്ന് എത്ര അബ്രിവിയേഷൻ ആണ് മൊത്തം നമ്മൾ റെഫർ ചെയ്തേ? അവർക്കറിയാൻ പാടൊക്കെ നോക്കാന്ന് വിചാരിച്ചിട്ടായിരുന്നു. അറിയില്ല ആർക്കും? അബ്രിവിയേഷൻസ് കേട്ട് കേട്ട് തലം വരവിച്ചിരിക്കുകയാണോ? 100. യെസ്, വെരി ഗുഡ്. അല്ല, പഠിക്കാൻ മാർക്ക് ചെയ്തതല്ല മൊത്തം ഞാൻ ചോദിച്ചത്. ഇത് നമ്മൾ എത്ര റെഫർ ചെയ്തു എന്നാണ് ചോദിച്ചത്. അതായത് നമ്മൾ 20 കഴിഞ്ഞ് 21 തുടങ്ങി കറക്റ്റ് 120 കൊണ്ട് നിർത്തി. അപ്പൊ അതായത് 100 നമ്മളിന്ന് പറഞ്ഞു. മനസ്സിലായ? ഞാൻ അതാ ചോദിച്ചത്. ഓക്കെ, അതില് 53 നമുക്ക് മാർക്ക് ചെയ്തു അല്ലേ? അതല്ലേ പറഞ്ഞേ? 53 53 ചില ആരും 48 പറഞ്ഞല്ലോ. 53. ഓക്കെ, അപ്പൊ അത്രയും നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. അത് ജസ്റ്റ് ഹാഫ് അല്ലേ? 1:2. ഓക്കെ, അപ്പൊ അത്രയൊക്കെ നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ അത്രയും പഠിക്കാനുണ്ട്. കുറെയൊക്കെ നമുക്ക് എന്താ പറയാ, നമ്മൾ അറിയാവുന്ന വന്നിട്ടുണ്ട് അല്ലെ? ഇപ്പൊ GM ഗ്രാം ആണെന്ന് ആർക്കറിയില്ലാത്ത, സെന്റിമീറ്റർ CM ആണെന്ന് ആർക്കറിയില്ലാത്ത, അങ്ങനത്തെ കുറച്ച് കാര്യം. ബയോസിയുടെ അല്ലെ, BX അതൊക്കെ, അതുപോലെ തന്നെ DX, അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. ഇതിനകത്ത് അല്ല അറിയാത്തത് മാത്രമേ നമുക്ക് എന്താ പറയാ കുറച്ചുകൂടി ഒന്ന് റെഫർ ചെയ്യാനുള്ളൂ. അപ്പൊ അങ്ങനെ വരുമ്പോ അത്രയധികം ഉണ്ടാവില്ല. നിങ്ങളൊന്ന് വായിച്ച് അതൊന്നും മനസ്സിലാക്കി പഠിച്ചു തന്നെ വെക്കാട്ടാ. കുറേശ്ശെ പഠിച്ചാൽ മതി. ഞാൻ പറഞ്ഞല്ലോ 5 എണ്ണം വെച്ച് പഠിച്ചാൽ മതി. നിങ്ങൾ 5 എണ്ണം വെച്ച് പഠിച്ചാൽ മതി. എല്ലാം അല്ലെങ്കിൽ അപ്പൊ മാർക്കൊന്നുമില്ല. 5 എണ്ണം മാത്രം പഠിക്കാം. ഇത് നടക്കുമ്പോഴൊക്കെ ഇരിക്കുമ്പോഴൊക്കെ ഇടയ്ക്കിടയ്ക്ക് അത് പറഞ്ഞുകൊണ്ടിരിക്കുക. ഓക്കെ, അപ്പൊ ബാക്കി ഇനിയുണ്ട് 327 കഴിയുന്നുണ്ട്. ഇനിയും 10 നമുക്ക് കിടക്കാണ് പഠിക്കാനായിട്ട്. ഓക്കെ, അപ്പൊ കുറെ അധികമായി കഴിഞ്ഞാൽ നമുക്ക് ബോറടിക്കും. അതുകൊണ്ട് നമുക്ക് നിർത്താം. നിങ്ങളൊന്ന് വായിച്ച് പഠിക്കാം. ബാക്കി അടുത്ത ക്ലാസ് നമുക്ക് എടുക്കാം. ഓക്കെ, ഓക്കെ അല്ലേ എല്ലാവരും? ഓക്കെ, താങ്ക് യു. അപ്പൊ നമുക്ക് അടുത്ത ദിവസം കാണാം കേട്ടാ. ഓക്കെ. Okay, thank you.